പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ രവീന്ദ്രൻ പാടി. കാസർഗോഡ് ജില്ലയിലെ പ്രശസ്ത കവിയാണ് രവീന്ദ്രൻ പാടി. കടുത്ത ജീവിതാനുഭവങ്ങളുടെ ഉലയിൽ ചുവപ്പിച്ചെടുത്തവയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. കവിത എം മലയാളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് കവിത എം. സമൂഹ മാധ്യമങ്ങളിൽ കവിതയുടെ എഴുത്തുകൾ ചർച്ച ചെയ്യപ്പെട്ടവയാണ്. കെ വി സജീവൻ വിവർത്തകൻ, നിരൂപകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് കെ വി സജീവൻ. പല ഭാഷകളിലെ ജീവിതം, ഒരു കാസർഗോഡൻ അനുഭവം എന്ന പാനൽ ചർച്ചയിലേക്ക് എല്ലാ സാഹിത്യപ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള ഞങ്ങൾ 4 പേരും കേരളത്തിൻ്റെ വടക്കേ അറ്റമായ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിക്കുന്നവരാണ്. പല രീതിയിലുള്ള ജീവിതം നയിക്കുന്നവരാണ് ഞങ്ങൾ 4 പേരും. മറ്റ് ജില്ലക്കാരെ അപേക്ഷിച്ച് കാസർഗോഡ് ജില്ലക്കാർ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്ക് മാതൃഭാഷ 2 ഞങ്ങളുടെ പെറ്റമ്മ തുളു ഭാഷയാണ്. ഞങ്ങളുടെ വളർത്തമ്മ മലയാള ഭാഷയുമാണ്. ഇതിൽ പെറ്റമ്മയെ കൊന്നവരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ മുൻ തലമുറക്കാർ. കാസർഗോഡ് ജില്ലയിൽ ജില്ല പൊതുവെ അറിയപ്പെടുന്നത് സപ്തഭാഷകളുടെ നാട് എന്നാണ്. മലയാളം, കന്നഡ, തുളു, ബ്യാരി, കൊടവ, ഉറുദു, കൊങ്കിണി എന്നിവയാണ് 7 ഭാഷകൾ എങ്കിലും കന്നഡത്തിൻ്റെ വകഭേദങ്ങളായിട്ടുള്ള ഹവ്യക, കരാട തുടങ്ങിയിട്ടുള്ള ഭാഷകളും ഏതാനും പല ഉപഭാഷകളും കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുണ്ട്. ഒരു ഗവേഷണത്തിൻ്റെ കണക്കനുസരിച്ച് 24ഓളം ഭാഷകൾ പലയിടങ്ങളിലായിട്ട് കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുണ്ട്. അതോടൊപ്പം തന്നെ 63ഓളം ജാതി സമൂഹങ്ങളും കാസർഗോഡ് ജില്ലയിൽ ഉണ്ട്. ഇങ്ങനെ പല ഭാഷകൾ, പല ജാതികൾ, ഉപജാതികൾ, മതങ്ങൾ, വംശങ്ങൾ പല രീതിയിൽ പടർന്നു നിൽക്കുന്ന ഒരു ജീവിതം കാസർഗോഡ് ജില്ലയ്ക്കുണ്ട്. ഈ ജീവിതം വേണ്ട രീതിയിൽ പഠിക്കപ്പെടുകയോ അടയാളപ്പെടുത്തപ്പെടുകയോ ചെയ്തിട്ടില്ല. കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി പല നിലകളിലും അവികസിതമായി നിൽക്കുന്ന പ്രദേശം കൂടിയാണ് കാസർഗോഡ് ജില്ല. ഞങ്ങളുടെ കരച്ചിലുകൾ വേണ്ട രീതിയിൽ വേണ്ടയിടത്ത് എത്താതെ പോകുന്നുവോ എന്നുള്ള ഒരു സങ്കടം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാസർഗോഡ് ജില്ല മുൻകാലങ്ങളിൽ തുളുനാട്
തുളുനാടിൻ്റെ ഭാഗമായിരുന്നു. ഇന്നത്തെ കാസർഗോഡ് ജില്ലയും ദക്ഷിണ കർണാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള മംഗലാപുരവും ഉടുപ്പിയും ചേർന്ന് ഈ 3 ജില്ലകൾ ചേർന്ന പ്രദേശമായിരുന്നു തുളുനാട്. ഈ തുളു ഭാഷയ്ക്ക് ലിപിയില്ലെന്നും സാഹിത്യമില്ലെന്നും ഒക്കെ പറഞ്ഞ് അവഗണിച്ചു വരികയായിരുന്നു നാളിതുവരെ. അധീശ ഭാഷകളായിട്ടുള്ള കന്നഡവും മലയാളവും കടന്നു കയറി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിൻ്റെ ഫലമായിട്ടായിരിക്കണം ആ സംസ്കാരവും ആ ഭാഷകളും കീഴ്പ്പെടുത്തിയതിൻ്റെ ഫലമായിട്ടായിരിക്കണം അധീശ ഭാഷകൾ ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പല ദേശങ്ങളിലും സ്വാധീനം ചെലുത്തി ന്യൂനഭാഷകളെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്, ന്യൂനപക്ഷ ഭാഷകളെ. പക്ഷേ പഞ്ചദ്രാവിഡ ഭാഷകളിൽ ഒന്നായ തുളു നമ്മൾ സാധാരണ പറഞ്ഞു വരാറുള്ള രീതി അനുസരിച്ച് മൂലദ്രാവിഡ ഭാഷയിൽ നിന്ന് 3ാമതായി വേർപിരിഞ്ഞു വന്ന ഭാഷയാണ്. ആ നിലയിൽ കന്നഡത്തേക്കാൾ മലയാളത്തേക്കാൾ പഴക്കം തുളു ഭാഷയ്ക്കുണ്ട്. എന്നാൽ മലയാള ഭാഷയുടെയോ കന്നഡ ഭാഷയുടെയോ ഉൽപ്പത്തി വിചാരങ്ങളിലൊന്നും തന്നെ, ഉൽപ്പത്തി ചർച്ചകളിലൊന്നും തന്നെ നമ്മുടെ ശ്രേഷ്ഠഭാഷാ പദവിക്ക് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പോലും തുളു ഭാഷയെക്കുറിച്ചുള്ള പരാമർശം കാണുക സാധ്യമല്ല. തുളു ഭാഷയ്ക്ക് 2ാം നൂറ്റാണ്ടോളം തന്നെ പഴക്കമുണ്ട് എന്ന് ഭാഷാശാസ്ത്രകാരന്മാർ, ഭാഷാ പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ചർച്ചകൾ വേണ്ട രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലയാള ഭാഷയുടെ പ്രാക്തനത, അതിൻ്റെ പഴമ നിർണയിക്കുന്നതിൽ പോലും തുളു ഭാഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാനമുണ്ട്. ആ നിലയിലുള്ള അന്വേഷണ പഠനങ്ങൾ ആവശ്യമാണ് എന്ന് തൃശ്ശൂരിൽ വെച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യം, നമ്മളെല്ലാവരും തന്നെ ഈ ഭാഷാ വിചാരത്തിൽ ഒരു തമ്പുരാൻ മനോഭാവത്തെ പിന്തുടർന്നിട്ടുണ്ട്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെയും കേരള പാണിനി AR രാജരാജവർമ്മയെയും അവരൊക്കെ തിരുവനന്തപുരത്തെ ആസ്ഥാന പണ്ഡിതന്മാരാണ്. ഈ ആസ്ഥാന പണ്ഡിതന്മാരെ പിന്തുടർന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഭാഷാ സംബന്ധമായ ഉൽപ്പത്തി വിചാര ചർച്ച ഒരുതരം ഗതാനുഗതികത്വത്തിൻ്റെ വഴിയിലൂടെയാണ് ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നിലയിലുള്ളൊരു മാറ്റം ആവശ്യമാണെന്നും ഞാൻ ആമുഖമായി പറയട്ടെ. തുളു ഭാഷയിൽ യഥേഷ്ടം സാഹിത്യകൃതികൾ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ പ്രവണതകളും നമുക്ക് തുളു ഭാഷയിലെ സാഹിത്യത്തിലും, കവിതയിലായാലും കഥകളിലായാലും നോവലിലായാലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വളരെ പ്രാക്തനമായിട്ടുള്ളൊരു വാങ്മയ സംസ്കാരം തുളുനാടിനുണ്ട്. വളരെ പ്രാക്തനമായിട്ടുള്ള കലാപാരമ്പര്യം തുളുനാടിനുണ്ട്. ഭാഷാ സംബന്ധമായിട്ടുള്ള അനേകം പ്രത്യേകതകളുണ്ട്. ഇതൊക്കെ ഇഴവിടർത്തി ഈ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലുള്ള വെല്ലുവിളി. ഏതായാലും ഞാൻ മറ്റൊരു വാചകം ഞാൻ ആവർത്തിക്കട്ടെ. ഇന്ത്യൻ ദേശീയതയുടെ ഒരു പരിച്ഛേദമാണ് കാസർഗോഡ് ജില്ല എന്ന് നമുക്ക് പറയാം. കാരണം ബഹുസംസ്കാരത്തിൻ്റെയും ബഹുഭാഷകളുടെയും ഒക്കെ ബഹുവംശീയതയുടെയും ഒക്കെ നാടാണ് നമ്മുടെ ഇന്ത്യ. മോദി ഭാരതം അല്ല ഞാൻ മനസ്സിൽ കാണുന്നത്,
വൈവിധ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള, ബഹുത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു രാജ്യസങ്കല്പം നമുക്കുണ്ട്. ആ സങ്കല്പം ഇന്ന് അന്യാധീനമാകുന്നുവോ എന്ന് നമ്മളൊക്കെ ഭയപ്പെടുന്ന ഒരു അഭിനവ സാഹചര്യത്തിൽ, ഒരു പുതിയ സാഹചര്യത്തിൽ കാസർഗോഡൻ ഭാഷകളെക്കുറിച്ചും കാസർഗോഡൻ ജീവിതത്തെക്കുറിച്ചും കാസർഗോഡൻ സംസ്കാരത്തെക്കുറിച്ചുമുള്ള ചർച്ച യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പുതിയ അവസ്ഥയെക്കുറിച്ചുള്ള, ഇന്ത്യയിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിലോമപരമായിട്ടുള്ള ചിന്തകൾക്ക് എതിർ നിൽക്കാവുന്ന എതിർചിന്തകളെ അവതരിപ്പിക്കാനുള്ള ഒരു വേദി കൂടി ആയിരിക്കും ഇത് എന്ന് ഞാൻ കരുതുന്നു. അധ്യക്ഷൻ എന്ന രീതിയിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് മറ്റ് സന്ദർഭങ്ങളുമുണ്ട്. 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ സെഷൻ തീർക്കേണ്ടതാണ്. അപ്പോൾ എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒന്ന് ഡോക്ടർ KV സജീവൻ, കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകനും ഗ്രന്ഥകാരനും ഗവേഷകനും അധ്യാപകനും ഒക്കെയാണ് KV സജീവൻ. മറ്റൊരാൾ രവീന്ദ്രൻ പാടിയാണ്, നേരത്തെ ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞു, അറിയപ്പെടുന്ന കവിയാണ്. അതുകൂടാതെ പ്രാദേശിക ചരിത്രകാരനാണ്. ഫോക്കുലോറിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് കാസർഗോഡിൻ്റെ സംസ്കൃതിയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം യത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രവീന്ദ്രൻ പാടി. മറ്റൊരാൾ കവിതയാണ്. കവിത കാസർഗോഡ് ജില്ലയിലെ പ്രാദേശിക ഭാഷകളിലൂന്നി നിരന്തരം പഠനം നടത്തുന്ന ഒരധ്യാപികയാണ്. 3 പേരെയും അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ KV സജീവൻ സംസാരിക്കുന്നത് കാസർഗോഡൻ ജീവിതം എങ്ങനെയാണ് സാഹിത്യത്തിൽ നിഴലിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. രവി സംസാരിക്കുക കാസർഗോഡ് നാടോടി വാങ്മയത്തിൽ എങ്ങനെയാണ് കാസർഗോഡൻ ജീവിതം നിഴലിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രാദേശിക ഭാഷയിൽ ഊന്നിക്കൊണ്ടാണ് കവിത സംസാരിക്കുക. ഞാൻ ആദ്യം സജീവനിലേക്ക് പോവുകയാണ്. കാസർഗോഡൻ സാഹിത്യത്തിൽ എങ്ങനെയാണ് കാസർഗോഡൻ ജീവിതം നിഴലിച്ചു നിൽക്കുന്നത്? ഏകദേശം ഒരു 50 കിലോമീറ്ററിൻ്റെ വിസ്തൃതിയിലാണ് ഈ ബഹുത്വം, ഈ വൈവിധ്യം കാണാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സാഹിത്യ അക്കാദമി അംഗവും ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനുമായിട്ടുള്ള EP രാജഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾ മഞ്ചേശ്വരത്ത് വെച്ച് ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അതിന് ഞങ്ങൾ നൽകിയ പേര് പല ഭാഷകളിലെ ജീവിതം എന്നുള്ളതാണ്. പല ഭാഷകളിൽ ഒരു ജീവിതം എങ്ങനെയാണ് സാധ്യമാക്കുന്നത് എന്നുള്ളത്, അതാണ് പ്രത്യേകം. ഞങ്ങൾക്ക് ആകെ പറയാനുള്ളത് ഈ ഒറ്റ വാചകത്തിലുണ്ട്. എന്താണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? പല ഭാഷകളിൽ, പല സംസ്കാരങ്ങളിൽ അന്തഛിദ്രമില്ലാതെ എങ്ങനെയാണ് ഒരു ജീവിതം, ഒരു ജനത സാധ്യമാക്കുന്നത്? തീർച്ചയായും ഇതിൻ്റെ തുടർച്ച സജീവനിൽ നിന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി കേരള സാഹിത്യ അക്കാദമിക്ക് ഇങ്ങനെയൊരു സെഷൻ ഇവിടെ രൂപകൽപ്പന ചെയ്തതിൽ അഭിവാദ്യം അർപ്പിക്കുന്നു. സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ സച്ചിദാനന്ദ മാഷ് ഒരു തവണ പറയുകയും അത് നമ്മുടെ പ്രിയപ്പെട്ട രാജഗോപാല മാഷിലൂടെ പലതവണ കേൾക്കുകയും ചെയ്തൊരു കാര്യമുണ്ട്. അക്കാദമിയുടെ പേര് മലയാള സാഹിത്യ അക്കാദമി എന്നല്ല, കേരള സാഹിത്യ അക്കാദമി എന്നാണ്. കേരള സാഹിത്യ അക്കാദമി എന്ന് പറയുമ്പോൾ കേരളം എന്നുള്ളൊരു പ്രദേശത്തെ അത് പരിപൂർണമായിട്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ കാസർഗോഡ് പ്രദേശം വളരെ സവിശേഷമായ ഒരു പ്രദേശമാണ്. മാഷ് സൂചിപ്പിച്ചതുപോലെ പല ഭാഷകളിൽ ജീവിക്കുന്ന ആളുകളാണ് അത് വളരെ ഗംഭീരമായിട്ട് അടയാളപ്പെടുത്തിയ ഒരു നോവൽ 2007 M.A. റഹ്മാൻ മാഷ് എഴുതിയൊരു നോവലുണ്ട്. അതിൻ്റെ പേര് പൊസങ്കടി ഒരു അന്വേഷണ റിപ്പോർട്ട് എന്നുള്ളതാണ്. ആ നോവൽ 2025 പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ പറയുന്നൊരു കാര്യം, അതിലൊരു കഥാപാത്രം പറയുന്നത്, അന്തുച്ച എന്ന് പറയുന്നൊരു കഥാപാത്രം പറയുന്നുണ്ട്. ഇവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല.
ഒരുമാതിരി കലങ്ങിയ ഭാഷയാണ്. ദൈവം പണ്ട് ബാബേൽ ഗോപുരം പണിയുമ്പോൾ കലക്കി കളഞ്ഞതുപോലെ ഒരു കലങ്ങിയ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് ഈ കാസർഗോഡൻ മേഖലയിലുള്ളത് എന്ന് പൊതുവെ പറയാറുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ അവരെ കൂടി കേൾക്കുക, അവരെ കൂടി ഉൾക്കൊള്ളുക, അതിൻ്റെ സാംസ്കാരിക സ്വത്വം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരിക സ്വത്വം പലപ്പോഴും വെളിപ്പെടുന്നത് അവിടെയുള്ള സാഹിത്യ കൃതികളിലൂടെയാണ്. എങ്ങനെയാണ് ഈ സാഹിത്യ കൃതികളിലൂടെ കാസർഗോഡിൻ്റെ ഒരു സാംസ്കാരിക സ്വത്വം പ്രകാശിതമായത് എന്ന് പറയാനുള്ളൊരു ചെറിയ ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഇപ്പം കാസർഗോഡിൻ്റെ സാഹിത്യം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കന്നഡയെ മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആലോചിക്കേണ്ടത് കയ്യൂർ എന്ന് പറയുന്ന സ്ഥലം കാസർഗോഡ് ജില്ലയിലാണ്. അവിടെ നടന്നിട്ടുള്ള കർഷക സമരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഈ കയ്യൂർ സമരത്തെക്കുറിച്ച് ആദ്യമായിട്ട് നോവൽ എഴുതുന്നത് കന്നഡയിലാണ്. കന്നഡ ഭാഷയിൽ നിരഞ്ജന ആണ്, കുളുകുന്ത ശിവറാവു എന്ന് പറയുന്ന കന്നഡക്കാരനായ എഴുത്തുകാരനാണ് ഒരു നോവൽ എഴുതുന്നത്. ഇപ്പോൾ കന്നഡ ഭാഷയിലും അതേപോലെ തുളുവിലും എഴുതുന്ന ഒരുപാട് എഴുത്തുകാർ കാസർഗോഡൻ മേഖലയിൽ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചതോട് കൂടിയിട്ട് കാസർഗോഡൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ ടി ഉബൈദ്, അദ്ദേഹം എഴുതുന്നുണ്ട്. അദ്ദേഹം നേരെ പിന്നെ മലയാളത്തിലേക്ക് കൂടുമാറാണ്. വിടതരുകമ്മേ കന്നഡധാത്രി കേരള ഭാഷ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ മലയാളത്തിലേക്ക് പിന്നീട് കൂടുമാറുന്നതാണ്. പി കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന നമ്മളെല്ലാവരും അറിയുന്ന കവി ആദ്യം എഴുതിയത് കന്നഡയിലാണ് ഒരു കവിത എഴുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം കന്നഡയുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു സാംസ്കാരിക സ്വഭാവം നമ്മൾ നോക്കിയാൽ, പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പകയുടെയും ഒക്കെ ഒരു ദേശ സ്വത്വം ഈ ഭാഗത്തിനുണ്ട് എന്ന് നമുക്ക് പൊതുവെ നോക്കിയാൽ കാണാൻ പറ്റും. അത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നാടോടി കലയായിട്ടുള്ള അനുഷ്ഠാന കലയായിട്ടുള്ള തെയ്യത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്നും കാണാൻ കഴിയും. തെയ്യം ഒരു പ്രധാനപ്പെട്ട സ്വത്വാവിഷ്കാരമാണ് വടക്കൻ മേഖലയിലെ. അത് പ്രത്യേകിച്ചിട്ട് ഈ തുളുനാടുമായിട്ട് അതിനടുത്ത ബന്ധമുണ്ട്. തുളുവിലിന് ഭൂതാരാധന എന്നാണ് പറയുക, ഭൂതക്കോലം എന്ന് പറയും. ഈ ഭൂതക്കോലങ്ങൾക്ക് പാഡ്ഡണകളുണ്ടാവും. പാഡ്ഡണ എന്ന് പറഞ്ഞാൽ തെയ്യത്തിന് നമ്മൾ ഇന്ന് പറയുന്ന തോറ്റം പാട്ടുകളാണ്. ഈ തോറ്റം പാട്ടുകൾ യഥാർത്ഥത്തിൽ പുരാവൃത്തങ്ങൾ, തെയ്യത്തിൻ്റെ പുരാവൃത്തങ്ങൾ ആവിഷ്കരിക്കുന്നവയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ എഴുത്തുകാർ, പ്രധാനപ്പെട്ട എഴുത്തുകാർ തെയ്യത്തെക്കുറിച്ച് എഴുതാത്ത, തെയ്യത്തെ പരാമർശിക്കാതെ മുന്നോട്ട് പോയ ഒരു എഴുത്തുകാരനും കാസർഗോഡ് ജില്ലയിൽ കാണൂല. അപ്പോൾ ശരിക്ക് നമ്മുടെ ഒരു മലയാളത്തിൻ്റെ ഒരു സാഹിത്യത്തിൻ്റെ മേഖലയിലേക്ക് പിന്നെ ഏറ്റവും ആദ്യം കാസർഗോട്ടെ പ്രധാനപ്പെട്ട എഴുത്തുകാർ എന്ന് പറയാവുന്ന ആളുകൾ രംഗപ്രവേശനം നടത്തുന്നത് ദേശീയ പ്രസ്ഥാനത്തോടു കൂടിയിട്ടാണ്. വിദ്വാൻ പി കേളുനായരുടെ നാടകങ്ങളൊക്കെ ആ കാലത്ത് എഴുതുന്നുണ്ട്. കുട്ടമത്ത് മഹാകവി, കുട്ടമത്ത് കവി കുടുംബം തന്നെയുണ്ട്. 10-11 കവികൾ ആ കൂട്ടത്തിലുണ്ട്. കുട്ടമത്ത് കവി പിന്നെ എഴുതിയ കവിതകളിൽ മുച്ചിലോട്ട് ഭഗവതിയുണ്ട്, കടാങ്കോട്ട് മാക്കുണ്ട്. തെയ്യത്തെ ബേസ് ചെയ്തിട്ടുള്ള കവിതകൾ കുട്ടമത്ത് തന്നെ എഴുതുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉച്ചനീചത്വത്തിനും ജാതീയതയ്ക്കും എതിരായിട്ടുള്ള കടുത്ത പ്രതിഷേധം ആ കവിതകളിലെല്ലാം നമുക്ക് മുഴങ്ങുന്നതായി കാണാൻ പറ്റും. അതുപോലെ പിന്നെ ഈ കെളുനായരുടെ കാര്യം പറഞ്ഞതുപോലെ കെളുനായർ പുരാണ കഥകളെയാണ് നാടകത്തിന് വേണ്ടി സ്വീകരിച്ചതെങ്കിലും അതിൻ്റെ പിന്നിലെല്ലാം ഈ സാമ്രാജ്യത്വ വിരോധമാണ്, ബ്രിട്ടീഷ് വിരോധവും അതുപോലെ ജാതീയതക്ക് എതിരായിട്ടുള്ള സന്ദേശങ്ങളും ഒക്കെയാണ് കെളുനായരുടെ നാടകങ്ങളിൽ മുഴങ്ങി കേട്ടത്. അങ്ങനെ ഈ മൊത്തം ഒരു പ്രതിഷേധ ശബ്ദം, ഒരു പ്രതിരോധ ശബ്ദം ഈ വടക്കിൽ നിന്ന് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ തെയ്യത്തെ ആസ്പദമാക്കിയിട്ട് കഥ എഴുതി എന്ന് പറഞ്ഞില്ലേ, ഞാൻ വളരെ കൗതുകകരമായ കാര്യം, മുച്ചിലോട്ടമ്മ എന്ന പേരിൽ നളിനി ബേക്കൽ കഥ എഴുതിയിട്ടുണ്ട്. അംബികാസുധൻ വാങ്ങാട് കഥ എഴുതിയിട്ടുണ്ട്. ഒരേ പേര് തന്നെ എഴുതിയിട്ടുണ്ട്. മുച്ചിലോട്ടമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്. കാരണം ബ്രാഹ്മണ്യത്തിന് എതിരെ ശബ്ദിക്കുന്ന കഥാപാത്രമാണ് ശരിക്കും. ഉച്ചില എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ കന്യകയാണ് പിന്നീട് മുച്ചിലോട്ട് ഭഗവതിയായിട്ട് മാറുന്നത്. ഏറ്റവും ആസ്വാദ്യകരമായ രസം ഏത് എന്നുള്ള ചോദ്യത്തിന് അത് പിന്നെ കാമരസമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ബ്രാഹ്മണ പണ്ഡിതന്മാർ സദസ്സിൽ നിന്ന്, നാട്ടിൽ നിന്ന് തന്നെ അടിച്ചോടിച്ച ഭ്രഷ്ടയാക്കിയ ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രമാണ് പിന്നീട്
ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കഥകളിലും നോവലുകളിലും ഒക്കെ ഒരു ആന്തരിക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടമത്ത് മുച്ചിലോട്ട് പകുതിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്തിനധികം പറയുന്നു, ഷാജി കുമാറിൻ്റെ ഒരു കഥയിൽ പോലും ഈ മുച്ചിലോട്ട് പകുതി കടന്നു വരും. ഏറ്റവും പുതിയ കഥയിൽ പോലും ഇതൊരു കഥാപാത്രമായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ തെയ്യത്തിൻ്റെ ഒരു സ്വാധീനം ഭയങ്കരമായിട്ട് ഈ ഉത്തര കേരളത്തിൻ്റെ സാഹിത്യ ഭൂമികയിൽ നമുക്ക് കാണാൻ പറ്റും. മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്ന് പറയുന്ന അംബികാസുധൻ മാഷുടെ നോവൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതും ഈ പാരിസ്ഥിതികമായിട്ടുള്ള പലതരം കടന്നുകയറ്റങ്ങൾക്ക്, അധിനിവേശങ്ങൾക്ക്, നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ഈ അധിനിവേശങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ശബ്ദം നമുക്കതിൽ കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തെയ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത്, നമ്മളൊരു കൗതുകകരമായിട്ടുള്ള മറ്റൊരു സംഗതി ഉള്ളത്, ഈ തെയ്യങ്ങൾ പലതും മറ്റ് ദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. പല തെയ്യങ്ങളും മരക്കലമേറി വന്ന തെയ്യങ്ങൾ എന്നാണ് പറയുക. പായക്കപ്പലിൽ കയറിയിട്ട് വന്ന തെയ്യങ്ങളാണ്. ഒരുതരം പലായന സ്വഭാവമുണ്ട് ഈ തെയ്യങ്ങൾക്ക്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഈ സഞ്ചാരം ഈ വടക്കൻ ദേശത്തിൻ്റെ എഴുത്തിലൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിദ്വാൻ പി കേളുനായരുടെ ഡയറി ഉണ്ട്, രാജഗോപാല മാഷ് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചതാണ്. ആ ഡയറി വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും. ആ ഡയറിയിൽ നിശ്ചലത എന്ന് പറഞ്ഞ സാധനമില്ല. സഞ്ചരിക്കാൻ രാവിലെ എണീറ്റിട്ട് വൈകുന്നേരം വരെ ഇദ്ദേഹത്തിൻ്റെ സഞ്ചാരമാണ്, യാത്രകളാണ്, നടന്നിട്ടുള്ള യാത്രകളാണ്. ആ ഡയറി മുഴുവൻ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുക. നിങ്ങൾ നോക്കൂ, രാജഗോപാല മാഷ് തന്നെ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേര് നടക്കുമ്പോൾ, നടത്തത്തെക്കുറിച്ചിട്ടാണ് പുസ്തകം എഴുതുന്നത്. ഇങ്ങനെ മലയാളത്തിൽ വേറെ ആരും എഴുതിയതായിട്ട് എനിക്കറിയില്ല. കുഞ്ഞിരാമൻ നായർ നോക്കൂ, അദ്ദേഹം നിത്യസഞ്ചാരിയാണ്, ഒറ്റ യാത്രയാണ്, നിൽപ്പ് എവിടെയും ഇല്ല, കേരളം മുഴുവൻ സഞ്ചരിക്കുകയാണ്. സമസ്ത കേരളം പിയോ ആണ് കുഞ്ഞിരാമൻ നായർ. ഇത് ഈ തെയ്യത്തിൻ്റെ ഒരു ഭാവുകത്വമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കതിവന്നൂർ വീരൻ തെയ്യം കൊടകിലേക്ക് പോയ മന്തപ്പൻ തിരിച്ച് ദൈവമായിട്ട് കതിവന്നൂർ വീരനായിട്ട് തിരിച്ചു വരുന്നതാണ്. ഈ കൊടക് യാത്രകൾ കാസർഗോഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കൊടക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഒരു കാലത്ത്. കാസർഗോഡിൽ നിന്ന് സാധാരണ തൊഴിലാളികൾ ധാരാളം കൊടകിലേക്ക് തൊഴിലിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു കാലവും ഉണ്ടായിരുന്നുള്ളതാണ്. ഇങ്ങനെ ഈ പലായനത്തിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾ അറിയുമെന്നറിയില്ല. കപ്പലോട്ടക്കാരുടെ മാത്രം ഒരു സ്ഥലം കാസർഗോഡുണ്ട്, ഉദുമ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, ഉദുമ. ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കപ്പലിലാണ് അവർ ജീവിക്കുന്നത്, കപ്പലിലാണ്. ഭൂഖണ്ഡാന്തരങ്ങൾ താണ്ടിയിട്ടാണ് ആളുകൾ സഞ്ചരിക്കുന്നത്. ഈ ഉദുമ എന്ന് പറയുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ വസിക്കുന്ന സ്ഥലം ഉദുമയിലാണ്. ഇപ്പോൾ എഴുത്തുകാർ മാത്രമല്ല, ചിത്രകാരന്മാരടക്കം ഭാസ്കരൻ അടക്കമുള്ള ആളുകൾ, നമ്മൾ ഈ അംബികാസുധൻ മാങ്ങാട്, അതുപോലെ ബാലകൃഷ്ണൻ മാങ്ങാട്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ എഴുത്തുകളിൽ ബാലകൃഷ്ണൻ മാങ്ങാടിൻ്റെ തെയ്യത്തിൻ്റെ വിരൽത്തുമ്പിൽ എന്ന് പറയുന്നൊരു കഥയുണ്ട്. ആ കഥയിൽ തെയ്യം പ്രത്യക്ഷത്തിലൊന്നുമില്ല, പരോക്ഷമായിട്ട് തെയ്യത്തിൻ്റെ ഒരു ശക്തി നമുക്ക് ആ കഥയിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പം നളിനി ബേക്കലിൻ്റെ മുച്ചിലോട്ടമ്മയെക്കുറിച്ച് പറഞ്ഞാൽ മുച്ചിലോട്ടമ്മയില്ല, ഉള്ളത് കാരിച്ചി എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. ഈ കാരിച്ചി ഈ പറയുന്ന ഭ്രഷ്ടുകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണുക. ഞാൻ പറയും, തെയ്യം എങ്ങനെയാണ് ഈ സൃഷ്ടികളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തെയ്യത്തിൻ്റെ ഈ പലായന സ്വഭാവവും എല്ലാം തന്നെ. മറ്റൊന്ന്, ഈ സ്ത്രീകൾ എങ്ങനെയാണ് എഴുത്തുകളിൽ വരുന്നത് എന്നുള്ളതാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കാസർഗോഡ് ജില്ലയിൽ അധികം സ്ത്രീകളൊന്നും എഴുത്തുകാരായിട്ടില്ല. ഒരു നളിനി ബേക്കൽ ഉണ്ടായിരുന്നത് പിന്നീട് അവിടെ നിന്നും അവരും പലായനം ചെയ്തു. എഴുത്തുകാരധികമില്ല. പക്ഷെ എഴുത്തുകാരുടെ സൃഷ്ടികളിൽ സ്ത്രീകൾ വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ PVK പനയാലിൻ്റെ മൺവിളക്കുകളിലൊരു കഥാപാത്രമുണ്ട്, അങ്കാറെ എന്ന് പറയുന്നൊരു കഥാപാത്രം. ഭയങ്കര കരുത്തുള്ള സ്ത്രീയാണ്. അതുപോലെ ഖനിജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലുണ്ട്, വിഖ്യാതമായിട്ടുള്ള കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി എഴുതുന്ന നോവലാണ്. ആ നോവലിൽ കമല എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അതിലെ പുരുഷനെ നീതിയും ഇതൊക്കെ പഠിപ്പിക്കുന്നത് ഈ കമല എന്ന് പറയുന്ന കരുത്തുള്ള സ്ത്രീയാണ്. അതുപോലെ മരക്കാപ്പിലെ തെയ്യങ്ങളിലെ ഉമ്പിച്ചി ഒക്കെ കരുത്തിൻ്റെ ചില പര്യായങ്ങളായിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കൂ, തെയ്യങ്ങൾ മിക്കവാറും സ്ത്രീകളാണ്, ഭഗവതിമാരാണ്. പുരുഷ തെയ്യങ്ങൾ വളരെ കുറവാണ്. അപ്പം ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു മുഖ്യധാര സാഹിത്യത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വൈചിത്ര്യങ്ങൾ, ഭയങ്കര വ്യത്യസ്തതകൾ ഉള്ള, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, പ്രത്യേകിച്ചിട്ട് പുതിയ കാലത്ത് ഈ ബഹുഭാഷയുടെയും ബഹുസ്വരതയുടെയും ഒക്കെ കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ ഈ കാസർഗോഡൻ എഴുത്ത് വളരെ കാര്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിനും പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണ്
എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സമയം ദീർഘിച്ചു പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. ഇനിയും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഞാൻ അടുത്ത ഘട്ടത്തിൽ വീണ്ടും സമയമുണ്ടെങ്കിൽ തിരിച്ച് വരാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരള സാഹിത്യ അക്കാദമി ഇങ്ങനെ ഒരു സെഷൻ ഇവിടെ രൂപപ്പെടുത്തിയതിൽ തീർത്തും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് പിന്നീട് വരാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സജീവൻ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചൊരാശയം തെയ്യം, ഭൂതം എന്നീ രണ്ട് കലാരൂപങ്ങൾ, രണ്ടും അനുഷ്ഠാന കലാരൂപങ്ങളാണ്. തെയ്യം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ കലാരൂപമല്ല, അത് തുളുനാടിൻ്റെ കലാരൂപമാണ്. തുളുനാടിൻ്റെതാണ് തെയ്യം എന്ന് പറയുന്നത്. ഭൂതവും തുളുനാടിൻ്റേതാണ്. ഈ രണ്ട് കലാരൂപങ്ങളും എന്തുകൊണ്ട് നമ്മുടെ കഥയിൽ, നമ്മുടെ നോവലുകളിൽ, നമ്മുടെ കവിതയിൽ ഒക്കെ കടന്നു വരുന്നു എന്നുള്ളത് ഏറെ ചിന്തനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു വസ്തുത എന്ന് പറയുന്നത്, ഈ കലാരൂപങ്ങൾ രണ്ടും അധീശത്വത്തിനെതിരെ, ആധിപത്യത്തിനെതിരെ പടപൊരുതി ജയിച്ച മനുഷ്യരുടെ ഓർമ്മകൾ ആലേഖനം ചെയ്യപ്പെട്ടവയാണ് എന്നുള്ളതാണ്. ശരിക്കും ഈ ഓർമ്മകളാണ് കാസർഗോഡിനെ വീണ്ടും വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പം തുളുനാട്ടിൽ സിരി ആരാധനയുണ്ട്. രവി അത് കൂടുതലായിട്ട് പറയും. ഈ സിരി സ്ത്രീ ആവാം, ചിരിയാകാം. സിരി യഥാർത്ഥത്തിൽ പുരുഷ മേധാവിത്വത്തിനെതിരെയും അധികാരപ്രമത്തതയ്ക്കെതിരെ, രാജാധികാരത്തിനെതിരായിട്ടും പ്രഭുത്വത്തിനെതിരായിട്ടും ഒക്കെ നിലനിന്ന സ്ത്രീയായിരുന്നു. ആ ഒരു പാരമ്പര്യം, അങ്ങനെ തുളുനാടിൻ്റെ ഈ സ്ത്രീ ശാക്തീകരണ പാരമ്പര്യം യഥാർത്ഥത്തിൽ മറ്റ് ജില്ലകൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ പഠിക്കപ്പെട്ടിട്ടില്ല. തെയ്യം, ഇവിടെ മൂവാളംകുഴി ചാമുണ്ടിയെ പോലെയുള്ള തെയ്യങ്ങളുണ്ട്. ഇതൊക്കെ അധീശത്വത്തിനെതിരായിട്ട് നിന്ന തെയ്യങ്ങളായിരുന്നു. അപ്പം ഇതിൽ നിന്ന് ഊർജം സംഭരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വടക്കേ മലബാറിൻ്റെ ഒരു സ്വാതന്ത്ര്യ സമര ദേശീയ പ്രസ്ഥാനത്തിൽ പോലും അടയാളപ്പെടുത്തപ്പെടാനുണ്ടായ കാരണം, ഒരു ജൈവോർജം ആ കാലഘട്ടത്തിലെ നേതാക്കന്മാരൊക്കെ സംഭരിച്ചത് അവരുടെ ജീവിതോർജമായിട്ട് നിലനിൽക്കുന്ന ഈ കലാരൂപങ്ങളിൽ നിന്നായിരുന്നു എന്നുകൂടി അനുബന്ധമായി സൂചിപ്പിച്ചുകൊണ്ട്, നമ്മുടെ നാടോടി കലകളിൽ, നാടോടി കവിതകളിൽ, വാങ്മയങ്ങളിൽ എങ്ങനെയാണ്, നമ്മൾ ഓറൽ ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് ജീവിതം നിലച്ചു നിൽക്കുന്നത് എന്ന് രവീന്ദ്രൻ പാടി ഹ്രസ്വമായിട്ട് വിവരിക്കും. എല്ലാവർക്കും നമസ്കാരം. 1960കളിൽ ഞങ്ങളുടെ നാട്ടുകാരനായൊരു കവി, നേരത്തെ ഇവിടെ പരാമർശിച്ച ടി ഉബൈദ്, കോഴിക്കോട് സാഹിത്യ പരിഷത്തിൽ അതിൽ ഒരു കെസ് പാടാനുള്ളൊരു ക്ഷണം ലഭിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം സംഘാടകർക്ക് മുമ്പിൽ ഒരു നിർദ്ദേശം വെച്ചു. ഞാനിങ്ങനെ അവിടെ വന്ന് കെസ് പാട്ട് പാടിയാൽ ഇതാണ് മാപ്പിള സാഹിത്യ ചരിത്രം, അതല്ലെങ്കിൽ മാപ്പിള സാഹിത്യം എന്ന് ആളുകൾ ധരിച്ചു പോകും. അതിലുപരി പലതുമാണ് മാപ്പിള സാഹിത്യം അല്ലെങ്കിൽ മാപ്പിള പാട്ടുകൾ. അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്താൻ അനുമതി തരണം എന്ന് അദ്ദേഹം സംഘാടകരോട് ചോദിച്ച് അത് വാങ്ങുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പോയിട്ട് അവിടെ പ്രസംഗിച്ചു. അതിൻ്റെ ആദ്യ വചനം ഇങ്ങനെയായിരുന്നു: പൈങ്കിളികളും പൂങ്കുയിലുകളും
തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ പൂന്തോപ്പിലേക്ക് അങ്ങ് വടക്കുനിന്ന് പാറി വന്ന ഒരു കാക്കയാണ് ഞാൻ. മുസ്ലിമിന് കാക്ക എന്നും പറയാറുണ്ടല്ലോ. എൻ്റെ പരുക്കൻ സ്വരം നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഏതാണ്ട് 1.5 മണിക്കൂറോളം ഗംഭീരമായിട്ട് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അപ്പോൾ ആ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ജി ശങ്കരക്കുറുപ്പ് പറഞ്ഞു, മാപ്പിള സാഹിത്യത്തെ മാറ്റി നിർത്തിയുള്ള ഒരു മലയാള സാഹിത്യം അപൂർണമാണ്. അങ്ങനെയാണ് ഈ മാപ്പിള സാഹിത്യം മലയാള സാഹിത്യത്തിൻ്റെ ട്രാക്കിലേക്ക് കയറിയത്. ഞാനിത് പറഞ്ഞത് ഇപ്പോൾ ഈ കാസർഗോഡിൻ്റെ പല ഭാഷകളിലെ ജീവിതം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കാസർഗോഡിൻ്റെ സാഹിത്യവും അതുപോലെ തന്നെ അതിൻ്റെ ബഹുഭാഷാ സംസ്കാരങ്ങളും ഒക്കെ ഇനിയും ഈ മലയാള സാഹിത്യത്തിൻ്റെ ട്രാക്കിലേക്ക് കയറിയിട്ടില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അതിൻ്റെ വിശേഷങ്ങൾ ശ്രീധരൻ സാറും സജീവൻ മാഷൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിലുപരിയായി ഇനിയും കണ്ടെടുക്കപ്പെടാത്ത ഒരുപാട് സ്വർണ്ണ നിക്ഷേപങ്ങളുള്ള ഒരു വലിയ ഖനിയാണ് കാസർഗോഡ് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. പ്രൊഫസർ എം.എ. റഹ്മാൻ മാഷ് ഒരു ഡോക്യുമെൻ്ററി ചെയ്യുകയുണ്ടായി PRDക്ക് വേണ്ടി. അപ്പോൾ അദ്ദേഹം അതിന് പേരിട്ടത് സപ്തഭാഷകളുടെ ബാബേൽ എന്നാണ്. ഇപ്പോൾ സപ്തത്തിലൊന്നും ഞങ്ങളുടെ ഭാഷ ഒതുങ്ങുന്നില്ല. സ്വതന്ത്ര ഭാഷകളും അതിൻ്റെ ഉപഭാഷകളും അതിൻ്റെ പ്രഭേദങ്ങളും ഒക്കെ ആയിട്ട് ഏതാണ്ട് 35-ൽ പരം ഭാഷകൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. 100-ൽ പരം നാടൻ കലകൾ കാസർഗോട്ടുണ്ട്. ചെന്നുനളികെ, കന്യാപ്പൂ, മംഗലംകളി, ചാലിയാപ്പുറാട്ട്, കൊറകനൃത്തം, യക്ഷഗാനം, നവരാത്രി വേഷങ്ങൾ തുടങ്ങി ഞാൻ വലിയ ലിസ്റ്റൊക്കെ ആക്കി കൊണ്ടുപോകുന്നിട്ടുണ്ട്. ഇവിടെ അവതരിപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അത്രയൊന്നും പോകുന്നില്ല. അതേപോലെ 2000-ൽ പരം തുളു മലയാളം തെയ്യങ്ങൾ കാസർഗോട്ടുണ്ട്. തെയ്യത്തിന് തുളുവിൽ ദെയ്യോ എന്നാണ് പറയുന്നത്. ഈ ദെയ്യോ എന്ന തുളു ശബ്ദമാണ് തെയ്യമായിട്ട് മാറിയത്. അതിനെ ബ്രിട്ടീഷുകാർ ഭൂത എന്നാണ് ആക്ഷേപിച്ച് വിളിച്ചത്. മലയാളികൾ തെയ്യം എന്ന് തന്നെ പറയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് തെയ്യങ്ങൾ. അപ്പോൾ തെയ്യങ്ങളിൽ നോക്കൂ, പഞ്ചുരുളി, ധൂമാവതി, പൂമാണി, കിന്നിമാണി, ബീർണാഴ്വ, കുണ്ടങ്കേര, കുറത്തി, കോട്ടി ചെന്നയ്യ, പൊട്ടൻ, കുളിയൻ, കൽക്കുടൻ, കല്ലുരുട്ടി, മുച്ചിലോട്ട് ഭഗവതി തുടങ്ങി 2000-ൽ പരം തെയ്യങ്ങൾ. പലതും കുടുംബ തെയ്യങ്ങളാണ്. സഹോദരനും സഹോദരിയും തെയ്യങ്ങളാണ്. ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും തെയ്യങ്ങളാണ്. ഒരു കുടുംബത്തിലെ 4 പേർ തെയ്യങ്ങളായ ചരിത്രമുണ്ട്. മുകേറളോ ദൈവകളും, ഏട്ടനും അനിയനും പെങ്ങളും അളിയനും 4 പേരും തെയ്യങ്ങളാണ്. അതിനൊക്കെ അതിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട്, അതിൻ്റെ പുരാവർത്തങ്ങളുണ്ട്, അതിൻ്റെ പാടുതണകളൊക്കെ ഉണ്ട്. ഞാൻ അത്ര വിശദമായിട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ ഭാഷകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മലയാളം, കന്നഡ, തുളു, ബ്യാരി, മറാത്തി, ഉറുദു, കൊങ്കിണി, കറാട, ഹവ്യക, കുന്തകന്നഡ, അരേകന്നഡ, കൊടവ, മാവിലൻ തുടങ്ങി ശിവള്ളി എന്നൊക്കെ പറയുന്ന ഭാഷകളുടെ ഒരു പരമ്പര തന്നെയുണ്ട്. ലിപിയുള്ളതും ലിപി ഇല്ലാത്തതുമായ ഭാഷകൾ. 100-ൽ പരം ജാതികൾ, 6-ൽ പരം മതങ്ങൾ, കൊറകർ, മൻസ, ബാക്കുടർ, കോപ്പാളർ, നായക്ക് തുടങ്ങിയ ജാതികൾ. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത മുണ്ടാല എന്നൊക്കെ പറയുന്ന കുറേ ജാതികൾ. അതുപോലെ തന്നെ 9-ൽ കൂടുതൽ രാമായണങ്ങൾ, ഏതാണ്ട് 10ഓളം രാമായണങ്ങൾ. AK രാമാനുജൻ 300 രാമായണങ്ങളെ കുറിച്ചിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്, ഗവേഷണം നടത്തിയിട്ട്. അപ്പോൾ ഈ 300-ൽ പെടാത്ത ഏതാണ്ട് 10-ൽ പരം രാമായണങ്ങൾ ഞങ്ങളുടെ ഈ ചെറിയൊരു പ്രദേശത്തുണ്ട്. വളരെ വിചിത്രമായ രാമായണങ്ങളാണിത്. വാൽമീകി രാമായണത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കഥകളും ഉപകഥകളും വാമൊഴി വഴക്കങ്ങളും ഈ തുളുനാടിൻ്റെ അല്ലെങ്കിൽ കാസർഗോഡിൻ്റെ ഭൂമികയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രാമായണങ്ങൾ. അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതിനപ്പുറം നാട്ടിപ്പാട്ടുകൾ, തറവാട്ടുകളെക്കുറിച്ചുള്ള പാട്ടുകൾ, ഗുത്തുമനകളെക്കുറിച്ചുള്ള പാട്ടുകൾ, അതേപോലെ തന്നെ കഥാഗാനങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ ആവിഷ്കാരങ്ങൾ.
ഇത് പലതും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, പലതും ഈ മലയാള സാഹിത്യത്തിൻ്റെ ട്രാക്കിലേക്ക് ഇനിയും കയറിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ രാമായണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരു രാമായണമാണ് പക്രി രാമായണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ഞാനതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്രി രാമായണം, അതായത് ഏതാണ്ടൊരു 30 വർഷം മുമ്പ് 110-ാം വയസ്സിൽ മരിച്ച കാസർഗോഡ് ചെങ്കള പഞ്ചായത്ത് എതിർത്തോടിൽ ജീവിച്ചിരുന്ന ഒരു മൊഗേർ സമുദായക്കാരനായ പക്കീരൻ എന്ന പക്രി, അദ്ദേഹത്തിൻ്റെ തലമുറകളിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു വാമൊഴി രാമായണം. ആ രാമായണത്തിൽ അതിൻ്റെ 1-2 വാചകങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. ജനകരായ മുനി എന്ന് പറയുന്ന മുനി വനത്തിൽ തപസ്സിരിക്കുന്ന സമയത്ത് കാക്കേ താണ്ടല, തുളു പേരാണ്, കാക്കേ താണ്ടല എന്ന് പറയുന്ന ഒരു ഭീമാകാരനായ പക്ഷി അദ്ദേഹത്തിൻ്റെ തലയിൽ കാഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ തപസ് മുടങ്ങി. അദ്ദേഹം അവിടുന്ന് ഒരു ശപഥം ചെയ്തു, ഈ പക്ഷിയെ കൊന്നിട്ട് അതിൻ്റെ ചിറകുകൾ കൊണ്ടുവന്ന് എൻ്റെ ഈ ആശ്രമ കവാടത്തിൽ തോരണം തൂക്കുന്ന ആൾക്ക് ഞാൻ എൻ്റെ മകൾ സീതയെ വിവാഹം ചെയ്തു കൊടുക്കും. ബില്ല് കൊലക്കാനൊന്നുമല്ല പറയുന്നത്, ഈ പക്ഷിയെ കൊന്നിട്ട് അതിൻ്റെ ചിറക് തോരണം തൂക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കാട്ടിൽ നായാട്ടിന് വന്നിരുന്ന രാമനും ലക്ഷ്മണൻ്റെയും ചെവിയിൽ ഈ വിഷയമെത്തി. രാമൻ വലിയ താല്പര്യം എടുത്തില്ല. ലക്ഷ്മണൻ പറഞ്ഞു, ഏട്ടാ നമുക്ക് സീതയെ വേണം, നമുക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ രാമൻ്റെ വില്ലും ശരവും കൈക്കലാക്കി വളരെ പ്രയാസപ്പെട്ട് ഈ കാക്കേ താണ്ടലു എന്ന് പറയുന്ന ഭീമാകാരനായ പക്ഷിയെ കൊന്നിട്ട് അതിൻ്റെ ചിറകും കുടലുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ തോരണം തൂക്കുന്നു. അങ്ങനെ സീത ലക്ഷ്മണന് ലഭിക്കുന്നു. ലക്ഷ്മണൻ പറയുന്നു, ജ്യേഷ്ഠൻ്റെ വില്ലും ശരവും കൊണ്ടാണ് ഞാൻ ഈ പക്ഷിയെ കൊന്നത്, അതുകൊണ്ട് എനിക്കല്ല ജ്യേഷ്ഠന് തന്നെ അവകാശപ്പെട്ടതാണ് സീത എന്ന് പറഞ്ഞ് ഏറെ നിർബന്ധത്തിന് വഴങ്ങി രാമൻ സീതയെ സ്വീകരിക്കുന്നു. പിന്നീട് പലതും വാൽമീകി രാമായണത്തിലെ കഥ പോലെ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രാവണൻ മാനിൻ്റെ വേഷത്തിൽ വന്നിട്ട് സീതയുടെ ചുറ്റും 16 വട്ടം വരക്കുന്നു. ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് ഇവിടെ 16 വട്ടമാണ്. എന്നിട്ട് സീതയെ പ്രലോഭിപ്പിക്കുന്നു. ഓരോ വട്ടം നീ പുറത്തേക്ക് കടന്നാൽ നിനക്ക് 1,00,000 പുണ്യങ്ങളുണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയും 10 വട്ടം എത്തിയപ്പോൾ സീതയെ മണ്ണോടുകൂടി കോരിയെടുത്ത് ചുമലിലിരുത്തി സ്ഥലം വിടുകയാണ്. പുഷ്പക വിമാനമൊന്നും അതിലില്ല. പിന്നീട് അതിൻ്റെ ഒടുവിൽ ലങ്കയിൽ നിന്ന് വന്നപ്പോഴേ സീത ഗർഭിണിയായിരുന്നു. മറ്റേ കഥയിൽ ഇവിടെ എത്തിയപ്പോൾ അല്ലേ സീത ഗർഭിണിയാവുന്നത്. ഇത് ലങ്കയിൽ നിന്ന് വരുമ്പോൾ തന്നെ സീത ഗർഭിണിയാണ്. അങ്ങനെ രാമൻ സീതയെ കാട്ടിലുപേക്ഷിക്കാൻ വേണ്ടി ലക്ഷ്മണനോട് പറയുന്നു. ലക്ഷ്മണൻ കാട്ടിൽ കൊണ്ടുവിട്ട് ഒരു വേങ്ങ മരത്തിൻ്റെ കറയെടുത്ത് വാളിൽ പുരട്ടിയിട്ട് ഞാൻ സീതയെ കൊന്നു എന്ന് വന്ന് കള്ളം പറയുന്നു. പിന്നീട് ഈ രാമൻ അശ്വമേധം നടത്തുന്ന സമയത്ത് രാമൻ്റെ കുതിരയെ അദ്ദേഹത്തിൻ്റെ മക്കളായ ലവനും കുശനും തടയുകയും രാമനുമായിട്ട് ഘോരമായ ഏറ്റുമുട്ടലിനൊടുവിൽ രാമനെ കൊല്ലുകയും ചെയ്യുന്നു മക്കൾ. എന്നിട്ട് ഈ വിവരം അറിഞ്ഞിട്ട് കൊല്ലപ്പെട്ടത് രാമനാണ് എന്നറിഞ്ഞിട്ട് സീത അവളുടെ ഈ മംഗല്യസൂത്രം രാമൻ്റെ ശവശരീരത്തിൽ തൊടുവിച്ച് അയാളെ പുനർജനിപ്പിക്കുന്നു. അതാണ് ഈ പക്രി രാമായണത്തിൻ്റെ ഒരു കഥ. പിന്നീട് രണസിരി രാമായണം എന്ന് പറയുന്നത് ഒരു രാമായണമുണ്ട്. തുളുനാടിൻ്റെ ഭാഗമായ കുന്താപുരത്താണ് ആ രാമായണമുള്ളത്. മേരാജാതിക്കാരുടെ കാദ്യനാട എന്ന് പറയുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് പാടുന്നൊരു പാട്ടിലാണ് ഈ രണസിരി രാമായണത്തെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. സീതാ സ്വയംവരത്തിനാണ് അതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ലക്ഷ്മണൻ വില്ലുകൊലച്ച് സീതയെ
വിവാഹം കഴിക്കുന്നു. പിന്നീട് അങ്ങനെയുള്ള കഥ അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ രണസിരി എന്ന് പറയുന്ന ഈ പാട്ട് പാടുന്ന ഈ കാദ്യനാട ആചാരം ഒരു ജാഥയായിട്ട് അല്ലെങ്കിൽ ഒരു ആഘോഷമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ മുഖ്യ പുരോഹിതനായ വൈദ്യ ഈ പാട്ട് പാടിക്കൊടുക്കുന്നു. കൂടിയുന്നവരെല്ലാം ഈ പാട്ട് ഏറ്റുപാടുന്നു. ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ മോഡറേറ്റർ ശ്രീധരൻ സാറ് അദ്ദേഹത്തിൻ്റെ കാദ്യനാട എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് അദ്ദേഹം തന്നെ സമയം കിട്ടിയാൽ പറയുമായിരിക്കും. പിന്നീട് മറ്റൊരു രാമായണം കീമായണം ആണ്. അതിൽ പിന്നെ രാവണനാണ് നായകൻ. രാവണൻ പിന്നെ രാമനെ വിചാരണ ചെയ്യുകയാണ്. അതിൽ പറയുന്നുണ്ട് ഈ രാവണൻ അത് പിന്നെ ഉദുമ കൊപ്പലിലെ ഒരു കുഞ്ഞിരാമൻ വൈദ്യർ എന്ന് പറയുന്ന ആൾ ഈ പൂരക്കളി പാട്ടിൻ്റെ താളത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ അവസാനം യുദ്ധത്തിലേക്ക് തോറ്റ് ഹതാശനായി കിടക്കുന്ന രാവണൻ അദ്ദേഹത്തിൻ്റെ അനുജനായ വിഭീഷണനോട് വളരെ ദയനീയമായിട്ട് പറയുന്നു, ഒറ്റ വയറ്റിൽ പിറന്നോരു നീ എന്നെ മാറ്റാനോടൊറ്റു കൊടുത്തതു കാരണം ഒക്കെ നമുക്ക് നശിച്ചു സഹോദര എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. ഈ ഒറ്റ വയറ്റിൽ പിറന്ന നീ എന്നെ മാറ്റാനോട് മറ്റൊരുത്തന് വേണ്ടിയിട്ട്, പുറത്തുള്ള ഒരുത്തന് വേണ്ടിയിട്ട് ഒറ്റ കൊടുത്തത് കാരണം നമുക്കെല്ലാം നഷ്ടപ്പെട്ടു സഹോദര, നീ എന്തിനിങ്ങനെ ചെയ്തു എന്ന് വിഭീഷണനോട് വളരെ ദയനീയമായിട്ട് പറയുന്നു. അതിൽ പിന്നെയും കുറേ വരികളുണ്ട്. അത് തുടങ്ങുന്ന എങ്ങനെയാണ്, തത്തേ വരികിടോ ചിത്തം തെളിഞ്ഞു നീ പുത്തൻ കവിതകളൊത്തിരി ചൊല്ലുവാൻ സപ്തമന്മാർ കേട്ട് ചിത്തം തെളിയുമീ ചിത്തത്തിൽ ആനന്ദമൊത്തു പറയണം. ആ രീതിയിലാണ് ഈ കീമായണം തുടങ്ങുന്നത്. പിന്നൊരു രാമായണം മന്ദാര രാമായണമാണ്. അത് തുളു ഭാഷയിൽ ഒരു മന്ദാര കേശവ് ഭട്ട് എന്ന് പറയുന്ന ആൾ എഴുതിയതാണ്. അതിൻ്റെ ഭൂമിക ഈ അയോധ്യയും ലങ്കയും എല്ലാം തുളുനാടാണ്. അവിടെ ഒരു പുഴക്കക്കരെയാണ് ലങ്ക. അപ്പോൾ അവിടെ ഈ ഹനുമാൻ പുഴ നീന്തിക്കടന്നിട്ടാണ് സീതയെ കൊണ്ടുവരുന്നത്. രാവണൻ കട്ടുകൊണ്ടുപോയ സീതയെ പുഴ നീന്തിക്കടന്നിട്ട് പോകുന്നു. ഈ വാനരസേന പോകുന്നത് അവിടുത്തെ അരയൻ അപ്പണ്ണൻ്റെ ഓടത്തിലാണ്. മനസ്സിലായല്ലോ. വാൽമീകിയാണെങ്കിൽ ഒരു മലക്കുടിയൻ്റെ വേഷത്തിലാണ് രംഗപ്രവേശം ചെയ്യുന്നത്. മൊത്തം വ്യത്യാസമാണ്. മറ്റൊരു രാമായണം ബാലി രാമായണമാണ്. അത് ഈ ബാലി തെയ്യത്തിൻ്റെ തോറ്റം പാട്ടിലാണ് ഈ രാമായണം വരുന്നത്. അതിനെക്കുറിച്ച് VK അനിൽകുമാർ 301-ാമത്തെ രാമായണം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ മൈക്ക് കൈമാറാം. മറ്റൊന്ന് തുളു രാമായണമുണ്ട്. SR വിഘ്നരാജ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു തുളു രാമായണം. അതേതാണ്ട് വാൽമീകി രാമായണത്തിൻ്റെ ഒരു ഭാഷാന്തരം പോലെയാണ് വരുന്നത്. പിന്നീട് മറ്റൊരു രാമായണം സംക്ഷേപ രാമായണം. അത് കന്നഡയിൽ കുക്കേപ്പാടി ശങ്കരനാരായണ ഭട്ട് എന്ന് പറയുന്ന ആൾ എഴുതിയൊരു രാമായണമാണ്. പിന്നെ അതിനു പുറമെ നാടോടി രാമായണം, ഈ നാട്ടിപ്പണിയൊക്കെ വയലിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങളൊക്കെ പാടി എവിടെയും രേഖപ്പെടുത്താത്തൊരു രാമായണമുണ്ട്. ആ രാമായണത്തിൽ കുറേ വ്യത്യാസമുണ്ട്. ഈ സീതയെ കാട്ടിൽ കൊണ്ട് വിട്ട സീതയെ ലക്ഷ്മണൻ കൊന്നു എന്ന് കളവ് പറയുന്നത് ഒരു ഓന്തിനെ വെട്ടിക്കൊന്നിട്ട് അതിൻ്റെ ചോര വാളിൽ പുരട്ടിയിട്ടാണ് ഞാൻ സീതയെ കൊന്നു എന്ന് പറയുന്നത്. പിന്നെ മറാത്തികളുടെ ഇടയിൽ വാമൊഴിയായിട്ട് പ്രചരിക്കുന്ന വേറൊരു രാമായണം കൂടി പ്രചാരത്തിലുണ്ട്. അത് ഞാൻ ശേഖരിച്ച് വരികയാണ്. അപ്പോൾ രാമായണത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ചുരുക്കി പറയാനുള്ളത്. വേറെ കുറേ വിശേഷങ്ങൾ അടുത്ത റൗണ്ടിൽ പറയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. കേരളത്തിൽ 1996 നാടൻ കലാ അക്കാദമി സ്ഥാപിച്ചത്. ഇന്നത്തെ ഫോക്ലോർ അക്കാദമി. ഈ ഫോക്ലോർ അക്കാദമീൻ്റെ ആദ്യത്തെ പേര് നാടൻ കലാ അക്കാദമി എന്നായിരുന്നു. ഈ നാടൻ കല നാടോടി വിജ്ഞാനീയത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിലാണ് അതിന് ഫോക്ലോർ എന്നുള്ള ഒരു സമസ്ത പദം തന്നെ നൽകി വന്നത്. പക്ഷേ കാസർഗോഡുകാരനായിട്ടുള്ള CMS ചന്ദേര, നമ്മളെ EP രാജഗോപാലിൻ്റെ
ഒരു കാരണവർ കൂടിയാണ് CMS ചന്ദേരം. അദ്ദേഹം നൽകിയിരിക്കുന്ന പേര് ഫോക്ക്ലോറിൻ്റെ മലയാള വിവർത്തനം സംഘവഴക്കം എന്നാണ്. ഡോക്ടർ MB വിഷ്ണു നമ്പൂതിരി നാടോടി വിജ്ഞാനീയം എന്നാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. അപ്പം നാടൻ കല, ഫോക്ക്ലോർ, പിന്നെ നാടോടി വിജ്ഞാനീയം എന്നിങ്ങനെയൊക്കെയുള്ള പേരുകൾക്ക് പകരം സംഘവഴക്കം, സംഘത്തിൻ്റെ ഒരു വഴക്കത്തെക്കുറിച്ച് അങ്ങനെ ഒരു പേര്, ശീർഷകം ഒരു പഠന മേഖലയ്ക്ക് നൽകാൻ CMS ചന്ദേരയെ ആന്തരികമായി പ്രചോദിപ്പിച്ചത് തീർച്ചയായിട്ടും ഈ ഒരു സംഘവഴക്ക ജീവിതം അദ്ദേഹത്തിൽ എന്നും ഉണർച്ചയോടുകൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഇനി കാസർഗോഡ് പ്രാദേശിക ഭാഷകളുടെ പ്രത്യേകതകളെക്കുറിച്ച് കവിത സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മൾ പലതായി വേർതിരിഞ്ഞ് വിഘടിച്ച് നമ്മളെല്ലാവരും ഒരൊറ്റ ആശയത്തിലേക്ക്, ഒരൊറ്റ രാജ്യത്തിലേക്ക്, ഒരൊറ്റ മതത്തിലേക്ക്, ഒരൊറ്റ സംസ്കൃതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്, നമ്മുടെ നാടിൻ്റെ പലമകളെക്കുറിച്ച്, ആ പലമകൾ പല കാലങ്ങളിലായി നമ്മളെ ചേർത്ത് വെച്ച ഒരുമയെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് പ്രാദേശിക ഭാഷകളിൽ നിന്നാണ്. ആ ഭാഷയുടെ ചരിത്രത്തിൽ നിന്നാണ്. അവിടെയുള്ള മനുഷ്യരുടെ ചെറുത്തുനിൽപ്പിൻ്റെ, അവരുടെ ജീവിതത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നാണ് നമ്മൾ ഈ പലമകളുടെ ഏറ്റവും പുതിയ മുഖം ഇന്നത്തെ കാലത്ത് കണ്ടെത്തേണ്ടത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും അനുയോജ്യമായ ചർച്ചക്കെടുക്കേണ്ട ഒരു വിഷയമാണ്. കാസർഗോഡൻ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നൊരു കാര്യം, നിങ്ങളിത് ഏത് ഭാഷയാണ്, ഇത് ഏത് മലയാളമാണ് സംസാരിക്കുന്നത് എന്നുള്ളത് പൊതുവേ ഓരോ കാസർഗോഡുകാരും കേൾക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾ കാസർഗോഡല്ലേ എന്ന് അതിശയത്തോടെ പലരും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ പ്രാദേശിക ഭാഷകളുടെ ഭംഗി വല്ലാണ്ടങ്ങ് നമ്മുടെ മലയാളത്തിൽ ചേർന്ന് പോയതുകൊണ്ടാണ്. എല്ലാ ഭാഷകളുടെയും പല സംസ്കാരങ്ങളുടെയും പല ജീവിതത്തിൻ്റെയും പകർപ്പുകൾ നമ്മുടെ ഭാഷയിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഭാഷയ്ക്ക് ഇത്രയേറെ ഭംഗി വന്നത് എന്നാണ് ആമുഖത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ പ്രാദേശികമായിട്ട് കാസർഗോഡിൻ്റെ പ്രത്യേകതകൾ, തുളുനാടൻ ചരിത്രത്തെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു ചുരുങ്ങിയ സമയത്ത് കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ചരിത്രത്തിൽ എവിടെയും ആരും അധികം വായിക്കപ്പെടാത്ത, അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ചരിത്ര ഭൂമിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭൂമികയാണ് നമ്മുടെ തുളുനാടൻ പ്രദേശം. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കർണാടക ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായോ കേരള ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായോ അടയാളപ്പെടുത്താതെ പോയ ഒരു സംസ്കാരമാണ് തുളുനാടൻ സംസ്കാരം എന്ന് പറയുന്നത്. പലപ്പോഴും ലിപി ഇല്ല എന്നുള്ള കാരണം കൊണ്ട് പല ഭാഷകളും തിരസ്കരിക്കപ്പെടുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട കാരണം അവിടെ ആര് ഭരിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെ ആർക്കാണ് മേൽക്കോയ്മ ഉണ്ടായിരുന്നുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ തുളുനാടിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരുകളിൽ ഒന്നാണ് ഹുഭാഷിക എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ പേര്. ഒരു 15 വർഷത്തോളം കാലം ഈ തുളുനാട് ഭരിച്ചിരുന്ന അവർണ രാജാവായിരുന്നു ഹുഭാഷിക എന്ന് പറയുന്നത്. ഒരു അവർണ രാജാവ് ഒരു വലിയ ഒരു പ്രദേശം ഭരിക്കുകയും സാംസ്കാരികമായി, സൈനികപരമായി വളരെ ഉന്നമനത്തിൽ ആ നാടിനെ എത്തിക്കുന്ന ഒരു പാരമ്പര്യം ആ നാടിനകത്ത് ഉണ്ടായെന്ന് പറയുമ്പോൾ അവിടുത്തെ സാംസ്കാരികപരമായ ഒരു ഏകത, അല്ലെങ്കിൽ ജാതീയപരമായിട്ട് വളരെ പുരോഗമനപരമായിട്ട് ആ നാടിൻ്റെ ആ ഒരു മനോഭാവം എന്തായിരുന്നു, അതിനകത്തുള്ള രാഷ്ട്രീയം എന്തായിരുന്നു എന്നുള്ളത് ചർച്ചക്കെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും ചരിത്രം എന്നുള്ളത് അത് വരേണ്യവർഗത്തിൻ്റെ ഭരണ പാരമ്പര്യത്തെ മാത്രം വാഴ്ത്തി പുകഴ്ത്തി പാടുന്ന ഒന്നാണ്. അതേ സമയത്ത് ഒരു അവർണ ജനതയുടെ, അവർണ ജീവിതത്തിൻ്റെ, അവർണ ഭരണകൂടത്തെ പലപ്പോഴും ചരിത്രം തിരസ്കരിക്കപ്പെട്ടിട്ടുള്ള, ഇകഴ്ത്തിക്കെട്ടിയിട്ടുള്ള പല ഉദാഹരണങ്ങളും നമുക്ക് മുമ്പാകെയുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഒരു സംസ്കൃതിയാണ് തുളുനാടൻ സംസ്കൃതി.
എനിക്ക് തോന്നുന്നു ഏറെക്കുറെ നേരത്തെ സജീവ മാഷു സൂചിപ്പിച്ചതുപോലെ സാഹിത്യത്തിലൂടെ ഈ സിനിമകളിലൂടെ തുളുനാടൻ ജീവിത പശ്ചാത്തലം പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാന്താര സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മളതിനെ കർണാടകയുടെ അല്ലെങ്കിൽ ഒരു കന്നഡയായിട്ട് ജനറലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മളുടെ ആ ഒരു പ്രാദേശിക ചുറ്റുവട്ടത്തിൻ്റെ ഏറ്റവും ഒരു കണ്ണാടി പോലെയായിരുന്നു ആ സിനിമ. പല പുസ്തകങ്ങൾ നേരത്തെ മാഷു സൂചിപ്പിച്ചതിലൂടെ, പുതിയ പുസ്തകങ്ങളിലൂടെ, കാസർഗോഡൻ പുതിയ എഴുത്തുകാരിലൂടെയൊക്കെ ഈ തുളുനാടൻ സംസ്കൃതികൾ, ഇവിടുത്തെ പാരമ്പര്യങ്ങൾ, ജനജീവിതം, സംസ്കാരം, ഇതൊക്കെ കൃത്യമായി തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കുറേ കൂടി തുളുനാട്ടിലേക്ക് ഇന്ന് മറ്റ് ജില്ലക്കാരും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വായനക്കാരും ഒക്കെ ഇറങ്ങിച്ചെല്ലാനുള്ള കാരണം ഈ സിനിമകളും പലപ്പോഴും നോവലുകളും ആയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഉദാഹരണമാണ്. അപ്പോൾ ഈ പ്രാദേശിക ഭാഷയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ കാസർഗോഡൻ ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ വളരെ മ്യൂസിക്കലായിട്ടാണ് സംസാരിക്കാറുള്ളത്. ആ മ്യൂസിക്കലായിട്ട് സംസാരിക്കാറുള്ളത് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം, നമുക്ക് മഴയില്ല അല്ല പക്ഷേ, നമുക്ക് മഴയില്ല, നമുക്ക് വാഴയില്ല, നമുക്ക് മഴുവില്ല, നമുക്ക് പരശുരാമൻ എറിഞ്ഞ മഴുവേയല്ല നമ്മളുടെ കേരളം എന്ന് പറയുന്നത്. വ്യത്യസ്തതയുടെ പല സംസ്കാരങ്ങളുടെ, പല ചേർത്ത് നിർത്തലുകളുടെ പിളർക്കാത്ത കേരളമാണ്, അല്ലെങ്കിൽ പിളർക്കാത്ത മണ്ണാണ് തുളുനാടിൻ്റെ മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സാംസ്കാരിക പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് അക്ഷരങ്ങൾ, പല മലയാളം അക്ഷരങ്ങൾ ഒരു മുറ്റം കഴിഞ്ഞ്, നേരത്തെ പറഞ്ഞു കിലോമീറ്ററുകളുടെ കണക്കല്ല, ഒരു മുറ്റം കഴിഞ്ഞ് അടുത്ത മുറ്റത്തെത്തുമ്പോൾ, ആ ഒരു ജാതിയിൽ നിന്ന് മറ്റൊരു ജാതിയിലേക്ക് എത്തുമ്പോൾ, ഒരു അതിർത്തി കടന്ന് തൊട്ടപ്പുറത്തൊരു റോഡ് കടക്കുമ്പോൾ ഇവിടെ ഭാഷ നമ്മുടെ നാട്ടിൽ ഭാഷ മാറുന്നുണ്ട്, ആ വാമൊഴി വഴക്കം മാറുന്നുണ്ട്, ഉച്ചാരണം മാറുന്നുണ്ട്. എന്തിന് നമ്മുടെ സ്ലാങ്ങിൻ്റെ ഒരു നീട്ടലും കുറുക്കലും വരെ മാറ്റം വരുന്നുണ്ട്. അങ്ങനെ പല വൈവിധ്യങ്ങളോട് കൂടിയിട്ട് പല ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് ഒരു പ്രദേശത്തിനകത്ത് നിന്ന് പല വീടുകളിലും ഭാഷ സംസാരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ്, നമുക്ക് കാസർഗോഡ് ഴ പൊതുവേ ഉച്ചരിക്കാത്ത ഭാഷയാണ്. വാ നമുക്ക് വളരെ കുറവാണ്. മയ ബന്നു, നമുക്ക് മഴ വരാറില്ല, മയ ബെർലേ ഇല്ലു, അങ്ങനെ കുറേ ഭാഷകളാണ്. അതേപോലെ നമ്മൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന പല ഭാഷയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മധുരമുള്ള ചായയും മധുരമില്ലാത്ത ചായയാണ്. പക്ഷേ നമുക്ക് മധുരമില്ലാത്തതിനെ നമ്മൾ ചപ്പ എന്ന് പറയും. ചപ്പച്ചായ, ഒരു കട്ടൻ, ഒരു ചപ്പ. അപ്പോൾ നമ്മളുടെ ഭാഷകളിൽ നമ്മളെ പലഹാരങ്ങളിൽ, ഇങ്ങനെയുള്ള പല മേഖലകളിൽ ഇത്തരത്തിൽ ഭാഷയുടെ ഇടപെടൽ കൊണ്ട് തെക്ക് നിന്ന് വന്നവർ, മറ്റു ജില്ലക്കാരൊക്കെ വന്ന് ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയൊരു ഉദാഹരണം പറയുന്നത്, പിന്നെ സ്ഥലപ്പേര് പറയുന്ന സമയത്ത് ഈ ഭാഷകൾ പല സമയത്തും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ പ്രദേശം മല്ലം ആണ്. നമ്മൾ മലയാളികൾക്ക് മല്ലം, അല്ലെങ്കിൽ കന്നഡക്കാർക്ക് മല്ല, തുളു സംസാരിക്കുന്നവർക്ക് മല്ല. അപ്പോൾ അവിടെ ഈ പലപ്പോഴും വിഴുങ്ങാറുണ്ട്. പലപ്പോഴും മുള്ളേരിയം, നമ്മൾ മുള്ളേരത്തേക്ക് പോന്ന്, മുള്ളേരിയം പോന്ന്, മുള്ളേരിയ, മല്ല. അപ്പോൾ ഈ പലപ്പോഴും എന്നുള്ള ആ ഒരു അക്ഷരത്തെ നമ്മളങ്ങ് വിഴുങ്ങും. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുന്ന സമയത്ത്, ഒരു സമയത്ത് തന്നെ മാഷ് കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്ന സമയത്ത് ബോവിക്കാനം മല്ലം, ഇങ്ങനെയാണ് ബസ്സിൻ്റെ ബോർഡ്, ബോവിക്കാനം മല്ലം. പക്ഷേ കണ്ടക്ടർ അത് വിളിച്ചു പറയുന്നത് ബോവിക്കാനമല്ല, ബോവിക്കാനമല്ല, ബോവിക്കാനമല്ല. അപ്പോൾ മാഷിന് കൺഫ്യൂഷനായി. ബോർഡ് കാണുന്നുണ്ട് ബോവിക്കാനം മല്ലം, പക്ഷേ കണ്ടക്ടർ വിളിച്ചു പറയുന്നത് ബോവിക്കാനമല്ല, ബോവിക്കാനമല്ല. ഇങ്ങനെ കണ്ടക്ടർ അടുത്ത് ചോദിക്കുമ്പോൾ, അപ്പോഴാണ് മാഷ് ഇത് ക്ലാസ്സിൽ പറയുന്ന സമയത്താണ് പറഞ്ഞത്, മാഷേ നമുക്ക് കുറവാണ്, നമ്മൾ വിഴുങ്ങിയിട്ടാണ് ബാക്കി പറയാറുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള പെട്ടെന്ന് ഒരാൾക്ക് എത്തിപ്പെടുന്ന സമയത്ത് ഭാഷ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. പിന്നെ വളരെ വൈകാരികമായിട്ട് സംസാരിക്കുന്നവരാണ് നമ്മളെ കാസർഗോഡുകാർ. അതിൻ്റെ ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേവലം ഒരു വിനിമയ ഉപാധി എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു വൈകാരികമായ ഇടപെടലാണ്, അല്ലെങ്കിൽ ഒരു വൈകാരികമായ പ്രൊഡക്റ്റാണ് പലപ്പോഴും നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇവിടെയൊക്കെ ചിന്നു, അമ്മു, കുഞ്ഞു, കുക്കു, ചക്കര എന്നൊക്കെ പേരാണെങ്കിൽ
നമ്മുടെ അവിടെ കേൾക്കുന്ന പേരൊക്കെ നമ്മൾ പുറത്ത് പറയില്ല. ബംഗാറു. ബംഗാറു എന്ന് പറഞ്ഞാൽ തുളുവിൽ സ്വർണം അല്ലേ, സ്വർണം അങ്ങനെയുള്ളതാണ്. ബംഗാറു, പൊക്കിച്ചിമോള്. പിന്നെ സ്നേഹം കൂടുമ്പോൾ ഈ പൊക്കിച്ചി, ഈ കൂത്തിച്ചി എന്ന് വരെ വിളിക്കും. കൂത്തിച്ചി പലയിടത്തും തെറിയാണ്, പക്ഷേ തെറിയല്ല. പ്രായമായവരൊക്കെ പെൺകുട്ടികളെ വിളിക്കുക, കൂത്തിച്ചി അവിടെ പോന്നേ എന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു വൈവിധ്യം, തെറികൾ പോലും സ്നേഹത്തിൻ്റെ ഉപാധിയാണ്, അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളുടെ ഉപാധിയായിട്ടാണ് കാണുന്നത്. അതേ വൈകാരികതയുടെ ഏറ്റവും ഒരു തീക്ഷ്ണമായ വശം എന്ന് പറയുന്നത്, ഞങ്ങൾ വളരെ സോഫ്റ്റായിട്ട് ചീത്ത വിളിക്കാറില്ല. സ്നേഹിച്ച് ചങ്ക് പറിച്ചു കൊടുക്കുകയും വെറുത്ത് കഴിഞ്ഞാൽ, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ചങ്കറുത്ത് കളയുന്നു പറയുന്ന പോലെ തന്നെയാണ് ഭാഷയുടെ പ്രയോഗവും. അതായത് ആ ഭാഷക്കകത്ത് ആ തെറിവിളിയുടെ ഒരു എന്താ പറയുക, ഇക്ക ഇണ്ട റ ഇതൊക്കെ അങ്ങ് കടുപ്പിച്ച് ഒറിജിനൽ തെറി അതാണെന്ന് നിങ്ങൾ അവിടെ വന്നാൽ പറയും. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിവിടെ കേൾക്കുന്നതൊന്നുമല്ല തെറി ശരിക്കും. അതായത് പല ഉച്ചാരണങ്ങളിൽ കടുപ്പിച്ചിട്ടാണ് പല തെറികളും അവിടെ പിന്നെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇണ്ട വരുന്നിടത്തൊക്കെ ഇണ്ട വെച്ച് പറയും, സാധാരണ രാ പറയുന്നിടത്തൊക്കെ റ വെച്ച് പറയും. അപ്പോൾ ഈ വാക്കുകൾ ഡബിൾ ചെയ്യുന്ന സമയത്ത്, അക്ഷരങ്ങൾ ഡബിൾ ചെയ്യുന്നത് മാത്രമല്ല, വികാരങ്ങൾ അതിനെ പല മടങ്ങ് ഡബിൾ ചെയ്ത് ആ ഒരു വൈകാരികമായ തലത്തിലേക്കാണ് പലപ്പോഴും ഭാഷ എത്തി നിൽക്കുന്നത്. ഇത് പലപ്പോഴും ഏറ്റവും രസകരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. നമ്മൾ വഴക്ക് ആസ്വദിച്ച് വരികയെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഞാൻ ഏറ്റവും ഗ്രാമീണ പ്രദേശത്താണ്, അതായത് പല ഭാഷകൾ. എൻ്റെ തൊട്ടപ്പുറത്ത് കരാട ഭാഷ സംസാരിക്കുന്ന ബ്രാഹ്മിൺസാണ്. 2 വീടകലെ ഡിസൂസ ഫാമിലിയാണ്, അവർ കൊങ്ങിണിയാണ് സംസാരിക്കുന്നത്. പിന്നെ മറാത്തി സംസാരിക്കുന്ന മുസ്ലിങ്ങൾ, അതേപോലെ തുളു സംസാരിക്കുന്നവർ, ഇവരൊക്കെ അടങ്ങിയ ഒരു ചെറിയ ചുറ്റുപാടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവർ നമ്മൾ പറയുന്ന പോലെ അവരൊട്ടും പൊളിറ്റിക്കലി കറക്റ്റല്ല, പക്ഷേ അവർ വെൽ ബോധേഡാണ്, വളരെ സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരാണ്. അതാണ് അവരുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അവരുടെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഈ അയൽപ്പക്കത്തെ വഴക്കുകളൊക്കെ ഉണ്ടാവില്ലേ, അത് ഭയങ്കര രസമാണ് കേൾക്കാൻ. ഒരു ഭാഷ എങ്ങനെയാണ് ഒരു വൈകാരികമായിട്ട് അവരിൽ ഇടപെടുന്നത് എന്നുള്ളത് കേൾക്കാൻ ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് ഇപ്പം ഇൻസ്റ്റയിലൊക്കെ പല കുട്ടികളും പല സമയത്തും പോസ്റ്റ് ചെയ്ത് കാണാറുണ്ട്. ഇതുപോലെയുള്ള വല്യമ്മമാരെയൊക്കെ ചെറുതായിട്ടൊന്ന് തിരുപ്പ് കയറ്റിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്ന തെറികൾ ഇപ്പോഴത്തെ ജെൻസി കുട്ടികളെ എൻജോയ് ചെയ്യാറുണ്ട്. പലപ്പോഴും ജെൻസി കുട്ടികൾക്ക് ഈ തരത്തിലുള്ള തീവ്രമായിട്ടുള്ള തെറികളിലൂടെ അവർ കടന്നു പോയിട്ടില്ല, തീവ്രമായിട്ടുള്ള പ്രാദേശിക ഭാഷകളിലൂടെ അവർ കടന്നു പോയിട്ടില്ല. പലതും ജനറലൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മാനക ഭാഷയിലേക്ക് ഇവർ കടന്നു പോകുന്ന സമയത്ത് ഇവർക്ക് നഷ്ടപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ സമയം ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ ചുരുക്കുകയാണ്. പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയവും, അതായത് സ്ത്രീപക്ഷ രാഷ്ട്രീയം അങ്ങനെ തന്നെ ജനറലൈസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാസർഗോഡിൽ പോപ്പുലറായിട്ടുള്ള പല നോവലുകളിലും എന്താണ് നമ്മളുടെ പ്രാദേശിക നാട്ടിനകത്തുള്ള സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്നത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് പല കാലങ്ങളിൽ തെയ്യങ്ങളുടെ സജീവ മാഷ് പറഞ്ഞിട്ടുണ്ട്, അടിച്ചമർത്തപ്പെട്ടവൻ്റെ രാഷ്ട്രീയമാണ് ഓരോ തെയ്യവും. അതായത് ഓരോ തോറ്റംപാട്ടുകളും അതിൻ്റെ മുദ്രാവാക്യങ്ങളാണ്. ഓരോ കാലത്തിനെതിരെയുള്ള കലാപങ്ങളുടെ ആ കലാരൂപങ്ങൾ എന്ന് പറയുന്നത് അതിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളാണ്. ഓരോ കലാപങ്ങളും അല്ലെങ്കിൽ ഓരോ കാലത്ത് ഓരോ നിലവിളി സമരങ്ങൾ പോലെയാണ് ഓരോ തെയ്യങ്ങളും തെയ്യത്തോറ്റം പാട്ടുകളും ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ പറയുന്നത് ഈ ഓരോ കഥകളിനകത്ത് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. പറഞ്ഞു വന്നത് കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ പാരമ്പര്യവും കരുത്തും നമ്മുടെ നാട്ടിനകത്തുണ്ട്. അതിന് പലപ്പോഴും പ്രാദേശിക ഭാഷയുടെ ആ ഒരു ബോധ്യത്തോടു കൂടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അതിൽ അംബികാസുധൻ മാഷിൻ്റെ ചീമ്പിളുവിലൂടെയും കെയിൻ പ്രശാന്തിൻ്റെ പൊനത്തിലുള്ള കഥാപാത്രങ്ങളായാലും ഷാജികുമാറിൻ്റെ കഥാപാത്രങ്ങളായാലും ഒക്കെയും ഈ സ്ത്രീകളുടെ കരുത്തും രാഷ്ട്രീയവും കൂടി ഇടകലർന്ന പ്രാദേശിക ഭാഷയുടെ പാരമ്പര്യത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളും കേരളത്തിലാണ്, ഞങ്ങളുടെ ഭാഷയും മലയാളത്തിലുള്ളതാണ്, ഞങ്ങളുടെ ജീവിതവും മലയാളത്തിലുള്ളതാണ്, പെരുമയുള്ളതാണ്, ഒരുമയുള്ളതും പെരുമയുള്ളതെന്നുമാണെന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്
കൂട്ടിച്ചേർക്കലുകൾക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായും സഹകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഇതിൻ്റെ ഒരു പ്രയാസം എന്ന് പറയാനുള്ളത് ഈ ന്യൂനപക്ഷ ഭാഷകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ നിന്ന് വേണ്ടുന്ന രീതിയിലുള്ള, സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വേണ്ടുന്ന രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളത് ഈ വേദിയിൽ വെച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുണ്ട്. ഒറ്റ ഉദാഹരണം ഇവിടെ പറഞ്ഞാൽ, ഈ രവീന്ദ്രൻ പാടിയുടെ പറച്ചിൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. വളരെ വലിയൊരു പുസ്തകമാണ്. ഏറെക്കാലം അധ്വാനിച്ചിട്ട് പിന്നെ തുളുനാടിൻ്റെ വാങ്മയ സംസ്കാരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള പ്രസിദ്ധീകരണശാലകൾക്ക് അത് പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വരാൻ ഇതുവരേക്കും സാധിച്ചിട്ടില്ല. 7 വർഷമായി അതവിടെ കിടക്കുന്നു. അതുപോലെ തന്നെ ഹവ്യക ഭാഷയെക്കുറിച്ച് ഞാൻ ഹവ്യക, കരാട, കന്നഡ പ്രാദേശിക ഭാഷാ നിഘണ്ടു, ഈ 3 നിഘണ്ടുക്കൾ ഉണ്ടാക്കിയിട്ട് 2 വർഷമായി എൻ്റെ കയ്യിൽ നിൽക്കുന്നു. ഇത് പ്രസിദ്ധീകരിക്കാനാണില്ല. ഭാഷ ഇത് ആര് പ്രസിദ്ധീകരിക്കും? ഇതൊരു വലിയ ചോദ്യം ഇവിടെ ബാക്കിയുണ്ട്. ഉത്തരം സദസ്സിൽ നിന്നുണ്ടാകുമെന്ന് വിചാരിക്കും. ഇനി സജീവൻ ഒന്നുകൂടി ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പം ഇങ്ങനെ ഈ നമ്മൾ 3 പേരും 4 പേരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ കാസർഗോഡുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തവരുടെ ഉള്ളിലൊരു സംശയമുണ്ടോ? ഇത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു വൈവിധ്യം അവിടെ സംഭവിച്ചത്, ഭാഷയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയാവുന്നത്, ഇപ്പോൾ കവിത പറഞ്ഞിടത്തു നിന്ന് തുടങ്ങാവുന്ന ഒരു കാര്യം, ഇപ്പോൾ കൊങ്കിണികളുടെ കാര്യം പറഞ്ഞു. കൊങ്കിണികൾ ഗോവയിൽ നിന്ന് വന്നവരാണ്. ഗോവയിൽ നിന്ന് പോർച്ചുഗീസുകാർ അടിച്ചോടിച്ചവരാണ്. അവർക്ക് അഭയം നൽകിയത് തുളുനാടാണ്. നമുക്കറിയാം, ഗോവിന്ദപ്പയ്യെ പോലുള്ള കവി, ബഹുഭാഷാ കവി, 10-22 ഭാഷകൾ അറിയാവുന്ന കവിയാണ് ഗോവിന്ദപ്പൈ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങളോളം അദ്ദേഹം കാസർഗോഡാണ് താമസിച്ചത്. കൊങ്കണി വിഭാഗത്തിന് അങ്ങനെ വലിയൊരു സ്വാധീനമുണ്ട്, ആ ഭാഷയ്ക്ക് സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് വന്നിട്ടുള്ള ഹിന്ദുസ്ഥാനി സംസാരിക്കുന്നവർ, അവർ കാസർഗോഡ് നിലയുറപ്പിക്കുകയുണ്ടായി. ഇക്കേരി നായ്ക്കന്മാരുടെ കൂടെ വന്ന കോട്ട കിട്ടുന്ന ആളുകൾ, കോട്ടയാർമാർ എന്നൊക്കെ പറയുന്ന വിഭാഗം, അവർ കാസർഗോഡ് താമസിക്കുകയുണ്ടായി. വടക്ക് നിന്നും വന്ന ബ്രാഹ്മണരെ, ഈ കരാട ബ്രാഹ്മണർ എന്നൊക്കെ നമ്മൾ പറയുന്ന പൂനെയിൽ നിന്ന് ഒക്കെ വന്നിട്ടുള്ള ബ്രാഹ്മണ സമൂഹം, അവരും കാസർഗോഡ് തമ്പടിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഒരു ഘട്ടത്തിൽ അറബി സംസാരിക്കുന്ന ആളുകൾ വരുന്നുണ്ട്, അറേബ്യൻ നാടുകളിൽ നിന്ന് ഇവരും വന്നു. ഈ വന്ന ആളുകളെ മുഴുവൻ സ്വീകരിച്ച സ്ഥലമാണ് കാസർഗോഡ് എന്നുള്ളതാണ്. അവരെ ഭാഷ സ്വീകരിച്ചു, അവരുടെ സംസ്കൃതി സ്വീകരിച്ചു. അതൊക്കെ ചേർന്നിട്ടുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കലർപ്പൻ ഭാഷ കാസർഗോഡ് നിലനിൽക്കുന്നുണ്ട്. ഇത് സമർത്ഥമായിട്ട് നമ്മളെ കൃതികളിൽ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിനോട് തുടർച്ചയായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഈ പ്രതിരോധത്തിൻ്റെ ഒരു സാഹിത്യം എന്ന് പറയണ്ടല്ലോ, ഈ പക ഒരു പ്രധാനപ്പെട്ട ഘടന. ഈ കാസർഗോട്ടെ തുളുനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ പൊതുവേ പറയുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, തുളുനാടിൻ്റെ കലകളിൽ ഈ പോത്തോട്ടം എന്ന് പറയുന്ന സാധനമുണ്ട്. കമ്പളം എന്ന് പറയും, പോത്തോട്ടം. അത് പ്രധാനപ്പെട്ടൊരു വിനോദമാണ്, കായിക വിനോദമാണ്. കോഴിയങ്കം മറ്റൊരു കായിക വിനോദമാണ്. ഇന്ന് നിരോധിച്ച സാധനമാണ്, നിരോധിക്കാൻ വേറെ കാരണങ്ങളുണ്ട്. അംഗം, കോഴിപ്പോര് എന്ന് പറയും. പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് കോഴിപ്പോര്. ഈ കോഴിപ്പോരിൻ്റെയൊക്കെ ഒരു ചരിത്രം പറയുന്നത്, അതിനൊരു ആളുകളുടെ ഉള്ളിലുള്ളൊരു വല്ലാത്തൊരു തരം സാഹസികത, ധീരസാഹസികത എന്നെല്ലാം പറയില്ലേ. കോഴിയുടെ കാലിന് ഈ കത്തി കെട്ടി വെച്ചിട്ടുള്ള പരസ്പരമുള്ള ഏറ്റുമുട്ടൽ, ഈ പരസ്പരമുള്ള ഏറ്റുമുട്ടൽ, അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പക, ഇത് ഈ തൗളവ സംസ്കൃതിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ പ്രശാന്തിൻ്റെ പൊനെന്നുള്ള നോവല് യഥാർത്ഥത്തിൽ ഈ പകയുടെ സാഹിത്യാവിഷ്കാരമാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിലുപയോഗിക്കുന്ന ഭാഷ, ഇടയ്ക്ക് തുളു തന്നെ സംസാരിക്കുന്നുണ്ട്. തുളു തന്നെ സംസാരിക്കുന്ന കഥാപാത്രങ്ങളെ കാണാം. നോക്കൂ, നമ്മുടെ ഷാജികുമാറിൻ്റെ മരണവംശം എടുത്ത് നോക്കൂ. പകയുടെ മറ്റൊരു ആഖ്യാനാണ്, വേറൊരു രീതിയിലുള്ള ആഖ്യാനാണ്. ഇതിലെല്ലാം വരുന്ന സ്ത്രീകൾ എടുത്തു നോക്കൂ. ഇപ്പോൾ പൊനത്തിൽ ഉച്ചിര മുതൽ രമ്യ വരെയുള്ള കഥാപാത്രങ്ങളുണ്ട്, സ്ത്രീ കഥാപാത്രങ്ങൾ. പുരുഷന്മാരെ അല്പം പോലും കൂസാത്ത കഥാപാത്രങ്ങളാണ്. അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ച കഥാപാത്രങ്ങളാണ്. ഇത്
ഇതിൻ്റെ ഒരു തുടർച്ച നമുക്ക് കാസർഗോഡൻ സമര പാരമ്പര്യത്തിലുണ്ട്, രാഷ്ട്രീയ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ തോൽവിറക് സമരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്ത്രീകൾ നേതൃത്വം കൊടുത്ത സമരമാണ്. ചരിത്രത്തിൽ അവരൊന്നും പേര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവില്ല. വിളകൊയ്ത്ത് സമരമുണ്ട്, കുറേ വിളകൊയ്ത്ത് സമരങ്ങൾ നടന്നിനി. അതിൻ്റെ എല്ലാം നേതൃത്വത്തിൽ സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ രീതിയിൽ വലിയ പ്രാധാന്യം മുഖ്യധാരാ സമൂഹം അത് വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും സാഹിത്യത്തിൽ അബോധാത്മകമായിട്ട് ഇത് കടന്നു വന്നിട്ടുണ്ട് എന്നാണ് ഈ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ പ്രശാന്തിൻ്റെ പെരടി എന്ന് പറയുന്ന കഥ തന്നെ കോഴിയങ്കം തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. കുറേ സംഗതികളുണ്ട്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ പകയുടെയും പ്രതിഷേധത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഒക്കെ ഒരു സാംസ്കാരിക ഭൂമിക കൂടിയാണ് പിന്നെ ഈ കാസർഗോഡ് മേഖല എന്ന് കാണാൻ പറ്റും. അത് അവിടുത്തെ രാഷ്ട്രീയ ജീവിതത്തിലും അതുണ്ട്, പല നിലക്കത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് രാഷ്ട്രീയ ജീവിതത്തിൽ. ഇപ്പോൾ ഒക്കെ കുറേയൊക്കെ അതിൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും എന്നുള്ളതാണ്. മറ്റൊന്ന് പൂരക്കളി എന്ന് പറയുന്ന ഒരു കലാവിനോദത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാസ്തവത്തിൽ പൂരക്കളി ആദ്യം കളിച്ചത് സ്ത്രീകളാണ്. രണ്ട് തരത്തിലുള്ള ഒരു പ്രതിരോധമാണ് പൂരക്കളിയിൽ. ഒന്ന് ഭാഷാപരമായ പ്രതിരോധമുണ്ട്. പൂരക്കളിയിൽ മറുത്തുകളി എന്ന് പറയുന്ന സംഭവമുണ്ട്. സംസ്കൃത ചർച്ചയാണ്. ഈ ചർച്ച കൈകാര്യം ചെയ്യുന്നത് നടത്തുന്നത് കീഴാളരെന്ന് ജാതി ശ്രേണിയിൽ പറയുന്ന വിഭാഗക്കാരാണ്. ഈ തീയരുടെയും മണിയാണിമാരുടെയും ഒക്കെ ദേവസ്ഥാനങ്ങളിലാണ് മറുത്തുകളി ചർച്ച നടക്കുന്നത്. സംസ്കൃതമാണ് ചർച്ച. ഇതാണ് ദൂരത പരിവർജയത്, ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജയത് എന്ന് പറയുന്ന കാലത്ത് സംസ്കൃതം പൊതുസംവാദത്തിൻ്റെ വേദിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പിന്നെ കലാവിഭാഗമാണ് മറുത്തുകളി എന്ന് പറയുന്നത്. ഇത് പൂരോത്സവം അതുപോലെ തന്നെയാണ്. പൂരോത്സവം കാമദഹനത്തെ തുടർന്ന് ഉണ്ടാവുന്ന ഇതാണ്. കാമനെ പുനരുജ്ജീവിപ്പിച്ച സമയത്ത് സ്ത്രീകൾ ആനന്ദ നൃത്തം ചെയ്യുന്നതാണ് പുരക്കളി. ആദ്യം കളിച്ചത് സ്ത്രീകളാണ്. ഇതിൻ്റെ ഇതാണ്. അതുകൊണ്ടാണ് ഷാജികുമാറിൻ്റെ നോവലിൻ്റെ അധ്യായങ്ങളുടെ പേര് ഒന്നാം നിറം രണ്ടാം നിറം. പൂരക്കളിക്ക് 18 നിറങ്ങളുണ്ട്. ഒന്നാം നിറം രണ്ടാം നിറം മൂന്നാം നിറം ഇങ്ങനെയൊക്കെ 18 അധ്യായങ്ങളാണ് മരണവംശത്തിലുള്ളത്. 18 നിറങ്ങൾ എന്ന പേരിലാണ് അത് എഴുതുന്നത്. അപ്പോൾ ഇത് ഷാജിക്ക് അങ്ങനെ എഴുതാൻ പറ്റൂ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഭാഷയിൽ, രാഷ്ട്രീയത്തിൽ, പിന്നെ കലാചിന്തയിൽ എല്ലാം തന്നെ ഈ തൗളവ സംസ്കൃതിയുടെ അടിവേരുകൾ ഉണ്ട്. അത് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കഥകളിൽ നമുക്കത് കാണാം. പനിയാൽ മാഷ് എഴുതുന്ന കഥകളിൽ നമുക്ക് കാണാം. ഇപ്പോൾ സന്തോഷിൻ്റെ വാർത്താ ശരീരം നോക്കിയാൽ മതി. വാർത്താ ശരീരത്തിലെ പാട്ടിയമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അവർ ഈ പ്രാദേശികതയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് ഈ ദേശീയ ആധുനികതയെ കുറിച്ചാണ്. അദ്ദേഹം പിന്നെ വിദേശത്ത് സ്ത്രീകൾ പിന്നെ മുലകൾ പ്രദർശിപ്പിക്കുന്ന അതിനെക്കുറിച്ചിട്ടാണ് ഈ ടി വിയിൽ കണ്ടിട്ട് കുട്ടികളോട് സംസാരിക്കുന്നത്. പാട്ടിയമ്മ കാസർഗോട്ടെ ഏതോ ഒരു കുഗ്രാമത്തിൽ ഇരുന്നു കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. ഇത് രാജഗോപാലമാഷ് എഴുതുന്നുണ്ട് അതിനെപ്പറ്റി. ഈ രാജഗോപാലമാഷ് പറയുന്നത് ഈ ഒരു പ്രാദേശിക ആധുനികതന് മാത്രമേ ദേശീയ ആധുനികനാവാൻ കഴിയൂ എന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു പരാമർശം സാഹിത്യത്തിൻ്റെ മേഖലയിൽ കടന്ന് വന്നത് തന്നെ ഈ തൗളവ സംസ്കൃതിയുടെ ദേശത്ത് നിന്നാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് പിന്നെ നമ്മൾ ഓർക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പല ഭാഷകളിലെ ജീവിതം എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു ചെറിയ ജീവിതമല്ല, വളരെ കനപ്പെട്ട ജീവിതമാണെന്നും കനപ്പെട്ടൊരു സംസ്കൃതിയുടെ ഭാഗമാണ് കാസർഗോഡൻ സംസ്കൃതി എന്നും ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഐക്യ കേരളം രൂപീകരിക്കുന്ന സമയത്ത് പറഞ്ഞ് പതിഞ്ഞു പോയൊരു സംഗതി കൊച്ചി, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഈ 3 രാജ്യങ്ങൾ ചേർന്ന് കേരളം ഉണ്ടായി എന്നാണ്. തെറ്റാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ തെക്കൻ കർണാടകയിലെ സൗത്ത് കാനറയിൽ പെടുന്ന ദേശങ്ങൾ എന്നുകൂടി ചേർക്കേണ്ടതുണ്ട്. ഈ മലബാറിൽ നമ്മളെ നാട് പെടില്ല. നമ്മളെ നാട് സൗത്ത് കാനറയുടെ ഭാഗമാണ്. അത് വേറെ ദേശമാണ്, വേറൊരു സംസ്കാരമാണ്, വേറൊരു സംസ്കൃതിയാണ്. കേരളത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും നമ്മളത് ഓർക്കുന്നില്ല എന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണ്, വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സന്ദർഭമായതുകൊണ്ട് ഇത് ഓർമ്മിച്ചു എന്നേ ഉള്ളൂ. വീണ്ടും ഒരിക്കൽ കൂടി കേരള സാഹിത്യ അക്കാദമിക്ക് നന്ദി. ഇത് കേരളത്തിൻ്റെ സാഹിത്യ അക്കാദമിയാണ്, മലയാളത്തിൻ്റെത് മാത്രമല്ല എന്ന് ഇങ്ങനെ ഒരു ഇതിലൂടെ തെളിയിച്ചതിന് ഒരിക്കൽ കൂടി അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. സജീവൻ പറഞ്ഞ ഓർമ്മകൾ കൊണ്ട് നടക്കാൻ സാധ്യമല്ലെങ്കിൽ കുറച്ച് കടന്ന കൈയായിട്ടൊരു കാര്യം പറയാം. തെലുങ്കാന സംസ്ഥാനം രൂപീകരിച്ചതുപോലെ
കാസർഗോഡ്, മംഗലാപുരം, ഉടുപ്പി ഈ മൂന്ന് പ്രദേശങ്ങൾ ചേർന്ന് തുളുനാട് രൂപീകരിക്കണം എന്നൊരു അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. രവീന്ദ്രൻ പാടി ബാക്കി സംസാരിക്കും. ഈ കഥകളിയിൽ ശ്ലോകത്തിൽ കഥിക്കുക എന്ന് പറയാറുണ്ടല്ലോ, കാര്യങ്ങൾ ചുരുക്കി പറയാൻ വേണ്ടിയിട്ട് യുദ്ധവർണ്ണനകളൊക്കെ ഇങ്ങനെ ശ്ലോകത്തിൽ പറഞ്ഞു പോകും. അതുപോലെ ഈ ഞങ്ങളുടെ നാട്ടിൻ്റെ ചില സവിശേഷതകൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പ്രധാന ഒരു നാടോടി കലയാണ് ബാലെ സാന്തു എന്ന് പറയുന്നത്. അത് ഈ മറാഠി സമുദായത്തിൻ്റെ ഇടയിലുള്ളതാണ്. അതിൻ്റെ പുരാവർത്തം എന്തെന്ന് പറഞ്ഞാൽ, ശൃംഗേരി മഠത്തിലേക്ക് ഒരു പെൺകുട്ടിയെ, ഒരു അനാഥ പെൺകുട്ടിയെ ഏതോ കാലത്ത് കിട്ടുന്നു. ആ പെൺകുട്ടി ആ മഠത്തിലെല്ലാ ഐശ്വര്യങ്ങളോടും കൂടി വളരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കൊടകിലെ രാജാവ് ഈ മഠത്തിലേക്ക് വരികയും ഈ പെൺകുട്ടിയെ കാണുകയും പെൺകുട്ടിയെ കൊടകിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഈ ശൃംഗേരി മഠത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും അതോടുകൂടി കെട്ടുപോയി. എന്നിട്ട് ഈ സ്വാമിയും ശൃംഗേരി മഠാധിപതിയും നാട്ടുകാരൊക്കെ കൊടകിലേക്ക് പോയെങ്കിലും ഈ പെൺകുട്ടി അവിടുന്ന് വരാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടുകാർ മൊത്തം പാട്ടുപാടി ഇങ്ങനെ കൊടകിലേക്ക് പോവുകയാണ്. വാ ഞങ്ങളെ കൂടെ വരണം എന്ന് പാടിക്കൊണ്ട്. അപ്പോൾ അതിന് ഇവർ ഈ ഉണങ്ങിയ വാഴക്കയ്യും മറ്റതൊക്കെയാണ് ഇതിൻ്റെ വേഷം, ഈ പിന്നെ നാടൻ കലാരൂപത്തിൻ്റെ. അത് വലിയൊരു കലയായിട്ടാണ് ഇവിടെ ഉള്ളത്. ബാലെ സാന്തു, ബാലെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, സാന്തു എന്നാണ് ആ കുട്ടിയുടെ പേര്. അതേപോലെ ഞങ്ങളുടെ നാട്ടിലെ മറ്റൊരു സവിശേഷതയാണ് പൊട്ടൻ തെയ്യം. അതിൻ്റെ തോറ്റവും വളരെ പ്രസിദ്ധമാണ്. കൂർമൽ എഴുത്തച്ഛൻ 18-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ് ആ തോറ്റം. അത് ഇന്നും വളരെ പ്രസക്തമാണ്. എത്ര കവിഞ്ഞിട്ടാണ് ആ കവി അന്ന് അങ്ങനൊരു ദർശനം ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അതിൽ പറയുന്നുണ്ട്, നിങ്ങളെ കൊത്തിയാലും ചോപ്പല്ലേ ചോര, ഞങ്ങളെ കൊത്തിയാലും ചോപ്പല്ലേ ചോര, ഞങ്ങളെ കുപ്പയിൽ നട്ടോരു വാഴപ്പഴമല്ലോ നിങ്ങളുടെ തേവന്നു പൂജ. എന്തൊരു ദാർശനിക മാനങ്ങളുള്ള ഒരു തോറ്റം പാട്ടാണത്. അത് ഉണ്ടായത് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടു-കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു. മറ്റൊന്ന് പക്ഷിപ്പാട്ട്. ഇതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെ ഇടയിലും ഈ ഇസ്ലാമിക കഥാവൃത്തങ്ങളെയൊക്കെ ആസ്പദമാക്കിയിട്ട് മുസ്ലിങ്ങളുടെ ഇടയിലും ചില നാടോടിപ്പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രത്യക്ഷത്തിൽ ഖുറാനുമായിട്ടോ ഇസ്ലാമിക ചരിത്രമായിട്ടോ ഒന്നും ബന്ധമില്ല. അങ്ങനെ ഉണ്ടായൊരു പാട്ടാണ്, മുഗ്രാലുണ്ടായൊരു പാട്ടാണ് പക്ഷിപ്പാട്ട്. ആ പക്ഷിപ്പാട്ടിൽ ഒരു ഇണക്കിളികൾ തമ്മിൽ തർക്കമുണ്ടാവുകയും ആ തർക്കം തീർക്കാൻ പ്രവാചകൻ്റെ അടുത്തേക്ക് പോവുകയും പ്രവാചകൻ അത് പരിഹരിച്ചു വിടുകയും ചെയ്യുന്നതാണ് അതിൻ്റെ കഥാസന്ദർഭം. ഒരു ദിവസം ഈ ഇണപ്പക്ഷികളിൽ ഈ പെൺപക്ഷി രാവിലെയും വൈകിട്ടും ഓരോ മുട്ടയിട്ടു. അപ്പോൾ അതിൻ്റെ ആൺകിളി ഇവളെ ചാരിത്ര്യ ദോഷം ആരോപിച്ചിട്ട് ഈ പെൺപക്ഷിയെ കൂട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പോൾ ഈ പെൺപക്ഷി പോയിട്ട് പ്രവാചകനോട്, മദീനത്തെ പള്ളിയിലിരിക്കുകയായിരുന്ന പ്രവാചകനോട് പരാതി പറയുന്നു. അങ്ങനെ ഈ ആൺപക്ഷിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ആളയച്ചെങ്കിലും ഈ ആൺപക്ഷി അതീവ ധിക്കാരിയും ഗർവിഷ്ഠനുമായ ആൺപക്ഷി അങ്ങോട്ട് പോകാൻ കൂട്ടാക്കുന്നില്ല. പിന്നീട് പലതരം അനുരഞ്ജനവും യുദ്ധവും ഒക്കെ കൊണ്ടാണ് ഈ പക്ഷിയെ പോകുന്നത്. അവസാനം പ്രവാചകൻ പറയുന്നു, ഇത് പടച്ചവൻ്റെ കുദ്റത്താണ്, നീ നിൻ്റെ ഇണപ്പക്ഷിയെ ചേർത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു കോട്ടയുടെ ഒരു വർണ്ണന പറയുന്നുണ്ട്. അതിൽ തന്നാലേ കത്തുന്ന തീയുണ്ടാ കോട്ടയിൽ, തന്നാലേ വീശുന്ന വാളുണ്ടാ കോട്ടയിൽ, തന്നാലടിക്കുന്ന ദണ്ടുണ്ടാ കോട്ടയിൽ. നടുത്തോപ്പിൽ അബ്ദുള്ള എന്ന് പറയുന്നൊരു കവിയാണ് അത് എഴുതിയത്. അത് എഴുതിയപ്പോൾ നാട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവുകയും അദ്ദേഹത്തിന് നാടുവിടേണ്ടി വരികയൊക്കെ ചെയ്ത ഒരു കഥ അതിൻ്റെ പിറകിലുണ്ട്. പിന്നൊന്ന് അഷ്ടാംഗഹൃദയം, സംസ്കൃതത്തിലുള്ള അഷ്ടാംഗഹൃദയം ഞങ്ങളുടെ മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ എഴുതിയ പട്ടില്ലത്ത് കുഞ്ഞിമായൻകുട്ടി വൈദ്യർ എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളുടെ കാസർഗോട്ടുകാരനാണ്. അദ്ദേഹം മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിലാണ് ഈ സംസ്കൃത ശ്ലോകത്തെ, മരുന്നിൻ്റെയും ചികിത്സയുടെയൊക്കെ പേര് പറയുന്ന
കാര്യത്തെ മാപ്പിളപ്പാട്ടിൻ്റെ രൂപത്തിലാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അതിലൊരു വരി ഇങ്ങനെയാണ്: ചൊല്ലിടാം കഷായം തന്നാ കൂവക്കും കുറുന്തോട്ടി ചുക്കും ചെറുപയറും മലരും കൊത്തമ്പാലരി ഇവകൾക്കൊപ്പം ചേർത്തുകൊൾ കഷായം തന്നിൽ ശർക്കര മേൽപ്പൊടിയും ഉരത്ത പോൽ കുടിത്തുകൊണ്ടാൽ ആകെയും ഛർദി പോകും. മനസ്സിലായല്ലോ? ഒരു മിനിറ്റ് പറഞ്ഞിട്ട് നിർത്താം. മറ്റൊന്ന് ചേക്കത്തിപ്പാട്ട് എന്ന് പറയുന്നൊരു കഥാഗാനം. ഏതാണ്ട് 350-400 കൊല്ലം മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ ഈ നാട്ടിപ്പണി എടുക്കുന്ന തൊഴിലാളികളൊക്കെ പാടി നടന്നിരുന്നൊരു കഥാഗാനം. പിന്നൊന്ന് സിരി പാർദ്ധന, ഏതാണ്ട് 4 തലമുറകളുടെ ഒരു കഥ പറയുന്ന 30,000 വരികളുള്ള ഒരു ബൃഹത് മഹാകാവ്യം. അതുണ്ടായത് ഈ നാട്ടിലാണ്. സമയം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ സവിശേഷതകളുടെ ഒരു പ്രദേശത്ത് നിന്നാണ് നമ്മുടെ ഇങ്ങനെ ഈ സാഹിത്യവേദിയുടെ ഈ സാഹിത്യ അക്കാദമിയുടെ പരിപാടിയിൽ വന്നിരിക്കുന്നത്. തലതിരിഞ്ഞൊരു ഭാഷാജീവിതമാണ് തുളുനാട്ടുകാരുടേത്. തുളുനാട്ടിൽ അപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ എന്നാണ് അർത്ഥം. അമ്മ എന്ന് വിളിച്ചാൽ അച്ഛ, അപ്പ എന്നാണ് അർത്ഥം. ആ ഭാഷാജീവിതം ഒന്നുകൂടി കവിത വിശദീകരിക്കും. ഭാഷയെക്കുറിച്ച് പിന്നെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം നേരത്തെ വിട്ടുപോയത് അഡാപ്റ്റേഷനാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ പല ഭാഷകളുടെ ഒരു മിക്സാണ് നമ്മളുടെ എല്ലാം ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഭാഷ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിനകത്തുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ മറ്റ് ഭാഷക്കാർ മലയാളം ഏറ്റവും എളുപ്പത്തിൽ അവർ പഠിച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു ടീച്ചറാണ്, LP സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൊങ്ങിണി പറയുന്ന മക്കൾ എൻ്റെ ക്ലാസ്സിലുണ്ട്, അതേപോലെ തുളു സംസാരിക്കുന്ന കുട്ടികളുണ്ട്, ഹിന്ദി സംസാരിക്കുന്ന, അവർ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മക്കളാണ്, ഹിന്ദി സംസാരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പല ഭാഷകൾ സംസാരിക്കുന്ന കുട്ടികൾ പല സംസ്കാരങ്ങളിൽ നിന്നാണ് അവർ വരുന്നത്, പല ജീവിത ശൈലിയാണ് അവർ പിന്തുടർന്ന് വരുന്നത്. പക്ഷേ ആ സ്കൂളിനകത്ത് എത്തുമ്പോൾ ആ മക്കൾ മറ്റു കുട്ടികളെ പോലെ തന്നെ എത്ര പെട്ടെന്നാണ് അവർ ഭാഷ മനസ്സിലാക്കുന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും അതിൽ എനിക്ക് തോന്നിയൊരു സങ്കടം എന്ന് പറയുന്നത് പലപ്പോഴും ഹിന്ദി മാത്രമാണ് അതിൽ ലിപി എനിക്കറിയാവുന്ന ഭാഷ. ഞാനതിലൊരു കുട്ടിക്ക് ഇവനെ എക്സ്ട്രാ എടുത്ത് ഹിന്ദി ഒരു കോപ്പി വാങ്ങിക്കൊടുത്ത് ഇവന് ഹിന്ദി അക്ഷരം കൂടി ഞാൻ പഠിപ്പിച്ചു. മോനെ നീ മലയാളം മാത്രം പഠിക്കേണ്ട, നിൻ്റെ മാതൃഭാഷ ഹിന്ദി അല്ലേ, നീ പഠിച്ചോ മാനേ എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞ കാര്യം, വേണ്ട ടീച്ചറെ ഞങ്ങൾ ഈടല്ലേ, ഞങ്ങളെ ഭാഷ ഇപ്പം മലയാളമല്ല, ഞങ്ങൾക്ക് മലയാളം മതി, ഇനി ഹിന്ദിയും കൂടി പഠിക്കാൻ കഴിയാമെന്നാണ് കുഞ്ഞു പറഞ്ഞ്. അപ്പോൾ അത്തരത്തിൽ ഭാഷയെ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ മലയാളം പെട്ടെന്ന് മറ്റൊരാൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഭാഷയാണെന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ മറ്റ് ഭാഷയിലുള്ളവർ മലയാളത്തിലേക്ക് എളുപ്പം ജനറലൈസ് ചെയ്ത് വരുന്ന ഒരു കാഴ്ച അവിടെ പലപ്പോഴായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്കൂളാണ്. മറ്റൊരു രസകരമായൊരു എക്സാമ്പിൾ ഇപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു 30-35 കഴിഞ്ഞ പുരുഷന്മാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവർ പെണ്ണ് ചോദിക്കാൻ നേരെ മടിക്കേരിയിലേക്ക് പോകും. അതായത് മടിക്കേരി കർണാടക ഭാഗങ്ങളിൽ നിന്ന് ഇവർ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാഷ മലയാളം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കുട്ടിയായിരിക്കും വീട്ടിലോട്ട് വരിക. കന്നഡ എന്താണ് അങ്ങോട്ട് സംസാരിക്കേണ്ടതെന്ന് അറിയാത്ത അവർ തമ്മിലായിരിക്കും വിവാഹം കഴിക്കുക. അങ്ങനെ വിവാഹം കഴിഞ്ഞ് അപ്പം ജാതി നോക്കില്ല, ഭാഷ നോക്കില്ല, ജില്ല നോക്കില്ല, സംസ്ഥാനം നോക്കില്ല, ഇതൊന്നും നോക്കാണ്ട് മടിക്കേരി നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്, കാസർഗോഡുള്ള കർണാടകയിലുള്ള സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് 2 സംസ്കാരങ്ങൾ തമ്മിൽ അവിടെ ഒരു യോജിപ്പുണ്ടാവുകയാണ്. അവിടെ ഭാഷ വിനിമയ ഉപാധി എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ട് ഐ കം ദേർ, യു ഗോ ദേർ, ഐ വിൽ കം, യു വിൽ ഗോ, അങ്ങനെ തുടക്കത്തിൽ മുറി ഇംഗ്ലീഷിൽ തുടങ്ങി കണ്ട് മേണിച്ച് പോയി വന്ന് ചെറിയ മലയാളത്തിൽ തുടങ്ങി ഇതൊക്കെ കണക്ട് ചെയ്ത് ഇത്തിരി കന്നഡയും ഇത്തിരി തുളുവും ഇത്തിരി മലയാളം കൂടി മിക്സായിട്ട് അവരവസാനം നമ്മുടെ ഭാഷ നമ്മളെക്കാൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അവിടെയാണ് ഈ അഡാപ്റ്റേഷൻ എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു മാതൃകയായിട്ട് തുളുനാടൻ ഗ്രാമങ്ങളെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു കാര്യം കൂടി, അതായത് ഒരു സംസ്കാരത്തിൻ്റെ ഈ ഒരു തുളുനാടൻ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ
ഒരു കാര്യമായിട്ട് എടുത്തു കാണിക്കാനുള്ളത് ഈ ഒരു അഡാപ്റ്റേഷൻ എന്നുള്ളതാണ്. പലപ്പോഴും എന്തിനെ കണ്ടാലും മാറുക, എന്തിലേക്കും ചാഞ്ചാടുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. നിലപാടിൽ ഉറച്ചു നിന്ന് മാറ്റങ്ങൾക്കനുസൃതമായ രീതിയിൽ ജീവിതത്തിൽ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാക്കാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണെന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കിൻ്റെ വടക്കൻ വഴികളിലേക്ക് ഇനിയും മലയാളവും കേരളവും കൺതുറക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. 1 മണിക്കൂറും 20 മിനിറ്റും ഞങ്ങൾ ഉപയോഗിച്ചു. ബാക്കിയുള്ള 10 മിനിറ്റ് സദസ്സിനുള്ളതാണ്. സദസ്സിനെ ക്ഷണിക്കുന്നു. സദസ്സ് ഇടപെടുമ്പോഴാണ് ഭാഷാ ജീവിതം പൂർണ്ണമാകുന്നത്. രവി പറയുക വേറെ എവിടെയും അവസരം ഉണ്ടായിരുന്നില്ല എന്ന്. കാസർഗോഡിൻ്റെ സാംസ്കാരിക ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഇന്നത്തെ പുതുതലമുറ മിക്കപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും ഈ സാംസ്കാരിക മേഖലയിൽ വലിയ ശോഷണം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ഘടകമായി പറയുന്ന തെയ്യം. അപ്പോൾ ആ കലാരംഗത്തേക്ക് പുതുതലമുറ വരാത്ത ഒരു സിറ്റുവേഷൻ എന്തായാലും വൈകാതെ ഉണ്ടാവും. അങ്ങനെ വരികയാണെങ്കിൽ കാസർഗോഡിൻ്റെ സാഹിത്യം എങ്ങനെയായിരിക്കും സഞ്ചരിക്കുക? സജീവ മാഷ മറുപടി പറയും. തെയ്യത്തിന് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. അത് പലതരത്തിലുള്ള മാറ്റങ്ങൾ പഴയ കാലത്ത് നിന്നും ഭിന്നമായി തെയ്യത്തിന് ഇപ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കായികയൊന്നുമില്ല. അത് പലതരം പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയൊരു പുതിയ തലമുറ തെയ്യത്തിൻ്റെ മേഖലയിലേക്ക് വരുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ കിടക്കും. ഈ പറയുന്നത് പോലെയുള്ള മാറ്റങ്ങൾ പലതും ഉണ്ടാവും. പക്ഷെ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യം, ഈ തൗളവ സംസ്കൃതിയുടെ അബോധത്തിൽ എവിടെയോ തെയ്യത്തിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള ചില സവിശേഷതകൾ ഉറഞ്ഞുകൂടി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് പറയാൻ ശ്രമിച്ചത്. തെയ്യം അതിന് തെയ്യം ഇല്ലെങ്കിലും അതിൻ്റെ ഒരു സംസ്കൃതി അവിടെ നിന്ന് അങ്ങനെ പോവാൻ ഒരു സാധ്യതയില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു അനുഭവം വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുക. പിന്നെ വേറൊന്നും കൂടിയുണ്ട്, അതിനോട് കൂട്ടിച്ചേർക്കാൻ മറ്റൊന്നും കൂടിയുണ്ട്. ഇപ്പോൾ വിദേശത്തേക്ക് പോയ ആളുകളുണ്ടല്ലോ, അവർ പലരും തിരിച്ചു വരുന്നത് തെയ്യം കാണാനാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ വയനാട്ടുകുലവം പോലുള്ള തെയ്യം ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത്, വയനാട്ടുകുലവെല്ലാം എന്ന് പറഞ്ഞാൽ തീർത്തും പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. തോക്കും വെടിയും ഒക്കെയാണ് വയനാട്ടുകുലവന് ബപ്പിടൽ ചടങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് എത്രയോ അകലെ നിന്ന് ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് വരുന്ന ആയിരക്കണക്കിന് ആളുകൾ കാസർഗോഡൻ ഗ്രാമങ്ങളിൽ കാണാൻ കഴിയും. അതതിൻ്റെ മറ്റൊരു വശമാണ്. പിന്നെ വേറൊന്ന്, ഞാനത് പൊസങ്കടി ഒരു അന്വേഷണ റിപ്പോർട്ട് എന്നുള്ള എം.എ. റഹ്മാൻ മാഷിയുടെ നോവൽ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാസർഗോഡ് നിന്ന് വലിയ തോതിൽ ഗൾഫ് പ്രവാസം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ വലിയ തോതിൽ ഉള്ള പണക്കൊഴുപ്പ് കാസർഗോഡ് സ്വാഭാവികമായിട്ടുണ്ട്. കള്ളപ്പണം ഉണ്ട്, ചന്ദന തൈലം ഉണ്ട്. അതൊക്കെ നോവലുകളിലും കഥകളിലൊക്കെ പല നിലക്ക് വന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. സന്തോഷിൻ്റെ ബിരിയാണി അടക്കം നമുക്ക് അതിനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്ന കൃതികളാണ്. എന്തൊക്കെ ആയപ്പോലും ഈ സംസ്കൃതി, ഈ പ്രവാസികൾ തിരിച്ചു വരുന്നു, ഇതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റഹ്മാൻ മാഷ നോവലിൽ അതൊന്നുകൂടി വ്യക്തമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വിദേശങ്ങളിലും ഒരു കാസർഗോഡുകാരൻ ജീവിക്കുന്നത് ഒരു കാസർഗോഡുകാരനായിട്ടാണ്, ഒരു വിദേശ മലയാളിയായിട്ട് അല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു കാര്യം നേരത്തെ ശ്രീധരൻ മാഷ് പറയുമ്പോൾ ഒരു തെലുങ്കാന ഭൂമികയുടെ അകത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രയോഗം നടത്തി. അതിനൊരു വ്യത്യസ്തത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കന്നഡയും തുളുവും കൊങ്ങണിയും എല്ലാം ബന്ധപ്പെട്ടുള്ള ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്തതുപോലെ ഇവിടുന്ന് മധ്യ തിരുവിതാംകൂറിന്ന് കോട്ടയത്തു നിന്നൊക്കെ കുടിയേറി പാർത്ത ഒരു കുടിയേറ്റ ഗ്രാമമുണ്ട് കാസർഗോഡിന്. നേരത്തെ
അമ്പ്യാസ് മാങ്ങാട് എല്ലാവരെയും അടയാളപ്പെടുത്തി. മലയാളത്തിൽ ഗംഭീരമായി അടയാളപ്പെടുത്തിയ ഒരു എഴുത്തുകാരാണ് സി വി ബാലകൃഷ്ണൻ. കാസർഗോഡാണ് സാന്നിധ്യം. കയ്യൂരുമുണ്ട്, അന്നൂരുണ്ട്. എവിടെയും കാസർഗോഡിൻ്റെ ഈ ഒരു മിത്തുകളൊന്നും അതിൽ കടന്നു വരുന്നില്ല. അങ്ങനെ ഒരു സങ്കര സാധ്യത കൂടി കാസർഗോഡിന് മണ്ണിനുണ്ട് എന്ന് നമ്മൾ മറന്നുപോരുത്. കാരണം അല്ലെങ്കിൽ മാഷ് പറയുന്ന ആ ഒരു ചിന്ത വല്ലാത്ത ഈ പുതിയ കാലത്ത് വല്ലാത്തൊരു സാധ്യതയിലേക്ക് പടർന്ന് കയറും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അല്ല, അങ്ങനെ പറയാനുണ്ടായ കാരണം പിന്നെ വളരെ സങ്കുചിതമായി ചിന്തിച്ചത് കൊണ്ടല്ല, കുറേ കാലങ്ങളായിട്ട് നേരിടുന്ന അവഗണനയെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നാകാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ സംസാരിച്ച ജയേന്ദ്രനടക്കം പിന്നെ കേണുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ ഒരു അസ്തിത്വം നിലനിർത്തുന്നതിന്, നമ്മുടെ ഒരു വികസന സാധ്യതകൾ, ഇതൊക്കെ നമ്മൾ പലതിൽ നിന്നും തഴയപ്പെടുന്നു. ഈ തഴയപ്പെടുന്ന സന്ദർഭത്തിൽ നിരന്തരം തഴയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലത് എന്നുള്ളൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാഹിത്യത്തിലെ കാര്യം ചേർത്ത് പറഞ്ഞതുകൊണ്ട് പറയാം. ഇപ്പോൾ സി വി ബാലകൃഷ്ണൻ അടിസ്ഥാനപരമായിട്ട് കാസർഗോഡ് ജില്ലക്കാരനല്ല, ഈ തൗളവ സംസ്കൃതിയുടെ ഭാഗമല്ല യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ സി വി ബാലകൃഷ്ണൻ തെയ്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. തെയ്യത്തെക്കുറിച്ച് കാസർഗോഡുകാർ മാത്രമല്ല കേട്ടോ എഴുതിയിട്ടുള്ളത്, അതും കൂടെ ഒന്ന് ഓർമ്മിക്കണം. യു പി ജയരാജിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കഥയുണ്ട്, തെയ്യങ്ങൾ എന്ന് പറയുന്നൊരു കഥയുണ്ട്. ഈ തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് എഴുതിയിട്ടുള്ള കഥയാണ്. വി എസ് അനിൽകുമാറിൻ്റെ കഥയുണ്ട്. കുറേ കാസർഗോഡിന് പുറത്തുള്ള ഒരുപാട് ആളുകൾ തെയ്യം എഴുതിയിട്ടുണ്ട്, തെയ്യം പ്രമേയമാക്കി കഥ എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ കാസർഗോഡൻ സംസ്കൃതിയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ എഴുതുന്നതിൽ നിന്നും ഈ എഴുത്തുകൾക്ക് സൂക്ഷ്മമായ അർത്ഥത്തിൽ നമുക്ക് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞു വന്നത്. പിന്നെ സി വി ബാലകൃഷ്ണൻ അടിസ്ഥാനപരമായിട്ട് ഈ ഇതിൻ്റെ ഭാഗമല്ല, പക്ഷെ അദ്ദേഹവും എഴുതിയിട്ടുണ്ട്. അതല്ലാണ്ട് കുടിയേറ്റ മേഖലയിലെ നോവൽ, കുടിയേറ്റ മേഖലയെ അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒരു 1950-കൾക്ക് ശേഷമുള്ള ജീവിതത്തെ മുൻനിർത്തിയിട്ടുള്ള എഴുത്തുകളാണ്. അത് ആ നിലക്കാണ് അത് പരിഗണിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് 4 മിനിറ്റേ ഉള്ളൂ. കാസർഗോഡ് വളരെ പ്രചാരത്തിലുള്ള ഒരു ഭാഷ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തുളു ഭാഷയാണ്. ഈ തുളു മലയാളം നിഘണ്ടു ഏകദേശം 1,00,000-ഓളം വാക്കുകളുള്ള തുളു മലയാളം നിഘണ്ടു ഞാൻ ഇറക്കിയിട്ടുണ്ട്. അത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് ഇറക്കിയിട്ടുള്ളത്. മറ്റൊരു സംസാര ഭാഷയാണ് ബ്യാരി. ബ്യാരി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വ്യാപാരി എന്നാണ്. അത് ലോപിച്ചിട്ടാണ് ബ്യാരിയായി മാറിയത്. ഈ ബ്യാരി ഭാഷാ നിഘണ്ടു ഏകദേശം 18,000-ഓളം വാക്കുകളുള്ള ഒരു നിഘണ്ടു കേരള ഫോക്ക്ലോർ അക്കാഡമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കന്നഡ നാടോടി പദ നിഘണ്ടു കണ്ണൂർ സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊരു ഭാഷയാണ് ഹവ്യക. അത് കന്നഡത്തിൻ്റെ ഒരു ഉപഭാഷയാണ്. ഈ ഹവ്യക നിഘണ്ടുവും കണ്ണൂർ സർവകലാശാലയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊരു നിഘണ്ടുവാണ് കരാട ഭാഷയാണ് കരാട. ഈ കരാടയ്ക്കും നിഘണ്ടു ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ 5 ഭാഷകൾക്ക് നിഘണ്ടു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 എണ്ണം പ്രസിദ്ധീകൃതമാണ്, 3 എണ്ണം കണ്ണൂർ സർവകലാശാലയുടെ പരിഗണനയിലാണ്. ഇന്നലെ ഒരു കന്നഡ മലയാളം നിഘണ്ടു BT ബലറാം, അദ്ദേഹം വാണിജ്യ വകുപ്പ് മുൻ ഉദ്യോഗസ്ഥനായിരുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഇന്നലെ കാസർഗോഡ് വെച്ച് അതിൻ്റെ പ്രകാശനവും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉദുമക്കാരൻ കൂടിയാണ്, കാസർഗോഡുകാരനാണ് അദ്ദേഹം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വന്നു, കാഞ്ഞങ്ങാട് താമസിക്കുകയാണ്. ഓക്കെ. അതേപോലെ പറച്ചിൽ, ഞാൻ നേരത്തെ രവീൻ്റെ പുസ്തകത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. തുളുനാട്ടിലെ ശൈലികൾ, തുളുനാട്ടിലെ പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ, ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വാക്കുകൾ എല്ലാം ഉണ്ട്. ഒരു 300 പേജുള്ളൊരു പുസ്തകമാണ്. അത് പ്രസിദ്ധീകരിച്ചത് ആ പബ്ലിക്കേഷനാണ്. അപ്പോൾ ഏതായാലും
ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗബ്രിയൽ ഗാർസിയ മാർക്കിസാണ് മക്കൊണ്ട എന്ന് പറയുന്ന ഒരു ദേശത്തെ പിന്നെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത്. അതുപോലെ കാസർഗോഡ് സാഹിത്യകാരന്മാരും കാസർഗോഡ് ഭാഷയും സംസ്കാരവും എല്ലാം കാസർഗോഡിനെ നിരന്തരം അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച ഈ ചർച്ചയെ തീർച്ചയായിട്ടും ആ അടയാളപ്പെടുത്തലിനെ കൂടുതൽ ശക്തമാക്കുന്നു. ഇങ്ങനെയുള്ള ചർച്ചകൾ വീണ്ടും ഉണ്ടാകണമേ എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടി ഞങ്ങളുടെ ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി.